തീർച്ചയായിട്ടും കേരള ഇസ് ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ ആണ്. കാരണം കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് അദാനി വരെ രക്ഷപ്പെട്ടു. നമ്മൾ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സർക്കാരിനെ കുറ്റം പറയുന്ന കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം കൺസേൺ റേസ് ചെയ്ത കാര്യങ്ങളുണ്ട്. ഗാലറി ഇരിക്കുന്ന സമയത്ത് കാണുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ. സാർ പറയുന്നത് ഒരു തലസ്ഥാന നഗരിക്ക് ലഭിക്കേണ്ട പ്രാധാന്യം ഇത്രയും നാളിതുവരെയും തിരുവനന്തപുരത്തിന് ലഭിച്ചിട്ടില്ല. ഇല്ല. CYD ഗ്ലോബൽ ഗെയിം ചേഞ്ചറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ശ്രീ എൻ രഘുചന്ദ്രൻ നായർ, ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രസിഡന്റ്, ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ്, SI പ്രോപ്പർട്ടിയുടെ മാനേജിംഗ് ഡയറക്ടർ. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള കരുതൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തെ ബാധിക്കുമോ ഇല്ലയോ, അതോ അത് കൂടുതൽ സുതാര്യമാക്കുമോ എന്നതാണ് ആദ്യ ചോദ്യം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കേരളത്തിലെ പ്രത്യേക സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മളെപ്പോഴും പരിസ്ഥിതിയുടെ കാര്യം പറഞ്ഞാണ് പല പദ്ധതിയും മുടക്കുന്നത്. ഇവിടെ ഈ കാലാകാലങ്ങളായിട്ട് വരുന്ന പല പ്രോജക്ട്സും ഡിലേ ചെയ്യുന്നതും, അല്ലെങ്കിൽ ആ പ്രോജക്ട്സിനെ ഒരുവിധം ഡിലേ ചെയ്യുന്ന ഒരു സൈഡ്, ചിലവർ നിർത്തിയിട്ട് പോകുന്ന ഒരു സൈഡുണ്ട്. ഇത് മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കപട പരിസ്ഥിതിവാദികളുണ്ട്. മനസ്സിലായി? പരിസ്ഥിതി സ്നേഹികൾ വരട്ടെ, അവർ ജെനുവിനാണ്. കപട പരിസ്ഥിതിവാദികളുടെ ഇൻറ്റൻഷൻ ഇതല്ല. ഇതിന് ഈ പറഞ്ഞിരിക്കുന്ന പ്രോജക്ട്സോ അല്ലെങ്കിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ അതിനെ നമുക്ക് എങ്ങനെ അതിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം ആസ് എനി അതർ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പരിസ്ഥിതിയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള കൺസേൺ പോലെ അദ്ദേഹത്തിനുമുണ്ട്. ആ കൺസേൺ എന്തായാലും ജെനുവിനായിട്ട് വരുന്നതുകൊണ്ട് നല്ലതാണ്. ബിക്കോസ് ആ കൺസേൺസ് അഡ്രസ്സ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ അകത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുന്ന സെമി ഹൈ സ്പീഡ് കോറിഡോർ റെയിൽവേയുടെ, അപ്പോൾ അതൊക്കെ വരുമ്പം നമുക്ക് ലാൻഡ് അക്വിസിഷൻ വരും, അല്ലെങ്കിൽ റെയിൽവേ പാത ഇനി ഒരു മൂന്നാമത്തെ പാത വേണ്ടി വരും. ഇതൊക്കെ വേണ്ടി വരുമ്പം ആദ്യമേ നമ്മൾ റെയിലിന് സംഭവിച്ച പോലെ ഒരു കാര്യം ഇവിടെ സംഭവിക്കാൻ പാടില്ല. റെയിലിൻ്റെ പദ്ധതി നല്ലൊരു പദ്ധതി ആയിരിക്കും, പക്ഷേ അത് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റാതെ പോയെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു, ട്രാൻസ്പാരൻസി കുറവാണ്. കാര്യം അതിന് ആൾക്കാരെ കോൺഫിഡൻസ് എടുത്തിട്ടില്ല. അപ്പോൾ പലരുടെയും വീട്ടിൻ്റെ അടുക്കളയ്ക്കകത്ത് കല്ലിടുക, ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. പിന്നെ അതിനൊരു ഇതിൻ്റെ ഈ പ്രോജക്ട്സ് എങ്ങനെ നടപ്പിലാക്കാൻ പോകുന്നത്, അത് എങ്ങനെയാണ് സൊസൈറ്റിക്ക് അത് യൂസ്ഫുൾ ആയിരിക്കുന്നത് ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാതെ പോയ കൊണ്ടാണ് റെയിൽ പദ്ധതി പോയത്. അപ്പോൾ അതൊരു ലെസനായിട്ട് പഠിച്ചിട്ട് ശ്രീ VD സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അത് ആൾക്കാരെ കോൺഫിഡൻസ് എടുക്കുന്ന രീതിയിൽ ഈ ചോദ്യങ്ങൾ, നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതിവാദികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് ഇപ്പോഴേ ചോദിച്ചു പോയാൽ അതിന് മറുപടി കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് കോൺഫിഡൻസ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഏത് പദ്ധതി വന്നാലും അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചറായിട്ടോ അല്ലെങ്കിൽ ബേസിക്കലി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് വരുമ്പം ആ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ലീഗലായിട്ട് ചലഞ്ച് ചെയ്യുമോ അല്ലെങ്കിൽ സമരം ചെയ്യുമോ ഇതൊക്കെ ചെയ്ത് പദ്ധതി നിർത്തലാക്കാൻ പറ്റില്ല. കാര്യം ആദ്യമേ മുൻകൂട്ടി തന്നെ നമ്മൾ കാണുന്ന ഫോർസീ ചെയ്തുകൊണ്ട് പോകുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിസ്ഥിതിവാദികളുടെ മനസ്സിലുള്ളതും പബ്ലിക്കിന് മനസ്സിലുള്ള പ്രോബ്ലംസ് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യമുള്ള പ്രോജക്ട്സ് വരും. ഒരു സംശയമില്ല, നല്ല കാര്യമാണ്, അത് നല്ല കാര്യമാണ്. കാര്യം അങ്ങനെ അഡ്രസ്സ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഇത് അഡ്രസ്സ് ചെയ്യാണ്ട് സമയം കളയാനേ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഈ ഇരിക്കുന്ന ഭരണകാലത്ത് ഇത് നടപ്പിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നടപ്പിലാക്കണമെങ്കിൽ ഇത് അഡ്രസ്സ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഓൾവേസ് ഫേസ് ദ പ്രോബ്ലം ദെൻ ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ് അവേ ദ പ്രോബ്ലം. അതായത് ഏറ്റവും ഫേസ് ചെയ്യുന്നതാണ് അദ്ദേഹം ചെയ്യുന്നത്. പ്രോബ്ലം ഫേസ് ചെയ്യുക, നേരത്തെ ആൻസർ ചെയ്യുക, മുൻകൂട്ടി കാണുന്ന കാര്യം പറയുക, പറഞ്ഞിട്ട് പോകുമ്പം ഇതിന് സൊല്യൂഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും അടിസ്ഥാന സൗകര്യത്തിന് ഇതാണ് ഏറ്റവും വേണ്ടി വരുന്നത്. മുൻ സർക്കാർ കൊണ്ടുവന്ന വികസന മാതൃകകളെ അന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് വിമർശിച്ച ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനും അതേ വികസന മാതൃകകളെ തന്നെയാണോ ആശ്രയിക്കേണ്ടി വരുന്നത്? ഇത് രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നത്. നമ്മളൊരു ഫുട്ബോൾ കളി പോലെയാണ്. നമ്മൾ ഗാലറി ഇരുന്ന് കളി കാണുന്നതും ഫീൽഡിൽ ഇരുന്ന് കളിക്കുന്നതും രണ്ടാണ്. അപ്പോൾ അന്ന് അദ്ദേഹം ഗാലറി ഇരിക്കുകയാണ്, ഇന്ന് പുള്ളി അദ്ദേഹത്തിൻ്റെ ഇപ്പം ഫീൽഡ് കിടക്കുകയാണ്. അപ്പം നമ്മൾ ഒരു ഫീൽഡിൽ കിടക്കുമ്പം നമ്മൾ എടുക്കുന്ന തീരുമാനം നേരത്തെ ഗാലറി ഇരുന്ന് നമ്മൾ പറഞ്ഞ ഒരു കാര്യമായിട്ട് വ്യത്യാസം വരാം. പക്ഷേ വികസനത്തിന് ഇതിനകത്ത് മാറ്റമൊന്നുമില്ല. ആ വികസനം വേണമെന്നുണ്ട്. ആ വികസനത്തിന് എടുക്കുന്ന ഡിസിഷൻ്റെ മാതൃകയിലായിരിക്കും മാറ്റം വരുന്നത്. അത് കുറച്ചുകൂടെ അദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് ആ വികസനത്തിൻ്റെ അകത്ത് നമ്മളിപ്പം പറയുമ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ എടുക്കുക.
ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പോർട്ടിൻ്റെ പല കാര്യങ്ങളും ഉന്നയിച്ചു, അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ആ പ്രശ്നങ്ങളല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു പ്രശ്നമാണ്. അപ്പം ഗാലറി ഇരിക്കുന്ന സമയത്ത് കാണുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. ഫയൽസ് എല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പേ വരുന്നു, അദ്ദേഹം പഠിക്കാൻ പറ്റുന്നു. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് തുറമുഖം. അപ്പോൾ അദ്ദേഹത്തിന് ആ ഫയൽ ഡയറക്റ്റായിട്ട് വരും. പിന്നെ ഇത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻ, അദ്ദേഹം ധനകാര്യമന്ത്രിയാണ്, ഈ ഡീറ്റെയിൽസും വരും. അപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കുറച്ചുകൂടെ വ്യക്തതയോടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. വികസനത്തിന് മാറ്റം വരുന്നില്ല, കാര്യം ഇപ്പം വികസനം വേണ്ടാന്ന് ഒരിക്കലും പറയത്തില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഇത് എത്ര സ്പീഡപ്പ് ചെയ്യാൻ പറ്റും, അദ്ദേഹം കൺസേൺ റേസ് ചെയ്ത കാര്യങ്ങളുണ്ട്. ആ കൺസേൺ റേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അന്ന് ആ കൺസേൺ റേസ് ചെയ്തതിൻ്റെ കാര്യത്തിന് അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ ഇപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പറയാൻ പറ്റും, കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ പറയാം. അപ്പോൾ ക്ലാരിറ്റി കൊണ്ടുവരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിങ്കിങ്ങും ഇൻവെസ്റ്റർ ഇൻവൈറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരുമ്പം അദ്ദേഹത്തിന് കുറച്ചുകൂടെ ആസ് എ ഫിനാൻസ് മിനിസ്റ്റർ, കാര്യം ഒന്ന് ഫിനാൻസാണ്, രണ്ടാമത്തെ കാര്യം ആസ് എ പോർട്ട് മിനിസ്റ്റർ, കാര്യം പോർട്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിനും അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി പറയാനും അതിനുള്ള വേ ഫോർവേഡ് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ അപ്പം നമുക്ക് രണ്ട് സാഹചര്യം നോക്കണം. ഒന്ന് ഗാലറി ഇരിക്കുന്നു, ഒന്ന് ഇപ്പോൾ കളിക്കുന്നു. അപ്പോൾ കളിക്കുമ്പോൾ പ്രത്യേകിച്ച് തീരുമാനങ്ങൾ മാറ്റങ്ങൾ വരാം. അത് നമ്മൾ ഒരിക്കലും അത് നെഗറ്റീവായിട്ട് കാണരുത്. കേരള സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മോശമാണ്. അത് പ്രകടമാക്കുവാനായി അദ്ദേഹം, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഒരു വൈറ്റ് പേപ്പർ കൊണ്ടുവന്നു. അതിനെ തരണം ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങളുമായി ബജറ്റും അവതരിപ്പിച്ചു. അത് പര്യാപ്തമാണോ? നമ്മൾ കേരളത്തിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് കിടക്കുന്നത്, ഒരു പെക്യുലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു സർപ്ലസ് ബഡ്ജറ്റ് വന്നിട്ടില്ല, എപ്പോഴും ഡെഫിസിറ്റാണ്. ഓരോ ഗവൺമെൻറ് വരുമ്പോഴും ഡെഫിസിറ്റ് ബഡ്ജറ്റ് കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ ശമ്പളം കുറയ്ക്കുന്നില്ല, പെൻഷൻ കുറയ്ക്കുന്നില്ല, പലിശ കുറയ്ക്കുന്നില്ല. അപ്പം കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഏകദേശം ഒരു 75-80% ഇതിനാണ് പോകുന്നത്. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പെൻഷനും ബാങ്ക് ഇൻട്രസ്റ്റും കൂടെ വരുമ്പം കൂടിപ്പോയാൽ നമുക്കൊരു 10% കാണും ഡെവലപ്മെൻറ്റ് പർപ്പസിനോ പ്ലാൻ എക്സ്പെൻഡിച്ചർ. ഇത് ഒരിക്കലും കേരളത്തിൻ്റെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിനോ അല്ലെങ്കിൽ വികസനത്തിനോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം അത് പഠിച്ചു. അദ്ദേഹം പറയുന്നു, മറ്റേ കഴിഞ്ഞ സർക്കാരിലുണ്ടായിരുന്ന വൈറ്റ് പേപ്പർ പ്രസൻറ്റ് ചെയ്തു. ആ പ്രസൻറ്റ് ചെയ്തതിൻ്റെ അകത്ത് വ്യക്തമായിട്ടുള്ള നമ്മുടെ സ്ഥിതി ഇതാണ്, കേരളത്തിലെ സിറ്റിസൻസിനെ കംപ്ലീറ്റ് അറിയിക്കുന്നു, ഇതാണ് നമ്മുടെ സ്ഥിതി, ധനകാര്യ സ്ഥിതി ഇതാണ്. അപ്പം പ്രോബ്ലം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, സൊല്യൂഷൻ കൂടെ പറയണം. അപ്പോൾ അദ്ദേഹം പറയുന്നു, നമുക്ക് കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് പോയി ഇങ്ങനെ പണം വാങ്ങിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. എത്ര നാൾ പോയി കൈ നീട്ടിക്കൊണ്ടിരിക്കും, നീട്ടാൻ പറ്റില്ല. അപ്പം അദ്ദേഹം ഒരു സ്റ്റഡി നടത്തി. അദ്ദേഹം പണ്ടുപോലെ ഒരു ഫൈനാൻസിലും ഇക്കണോമിക്സിലും കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്, നന്നായി വായിക്കുന്ന ആളാണ്. അതിൽ ഒരു കംപ്ലീറ്റ് സ്റ്റഡി നടത്തിയ ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി, നമ്മൾ നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള റവന്യൂ സ്ട്രീംസ് നോക്കിയിട്ടേ കാര്യമുള്ളൂ. ബാക്കി എല്ലാ റവന്യൂ സ്ട്രീംസും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നികുതി കൊണ്ടുവന്നിട്ട് ഏറ്റവും കൂടിയ നികുതിയിലാണ് നിൽക്കുന്നത്. നമ്മൾ സ്വർണ്ണമുട്ട ഇടുന്ന താറാവിനെ കൊല്ലുന്ന തുല്യമായിട്ടുള്ള നികുതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയും നികുതി കൂട്ടിക്കൊണ്ടിരുന്നാൽ നമുക്ക് ആ ഇൻഡസ്ട്രിയെ നശിക്കും. പിന്നെ നോക്കേണ്ട ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് അദ്ദേഹം പറഞ്ഞത് NRI റെമിറ്റൻസസ് വരുന്നു. ഈ NRI റെമിറ്റൻസ് വരുന്നത് അത് കംപ്ലീറ്റ് പോകുന്നത് ബാങ്കിലാണ്, ആൾക്കാർ അവിടെ. ആ NRI റെമിറ്റൻസിന് നമ്മൾ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺസ് കൊടുക്കുന്ന രീതിയിൽ നല്ല പദ്ധതി വരുമ്പം ആ പദ്ധതി ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടും, ബാങ്ക് ഇടുന്നാലും ബെറ്റർ റിട്ടേൺസ് കിട്ടും എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ഇപ്പം സംസാരിക്കുന്നത്. അത് നല്ലൊരു തോട്ടാണ്. കാര്യം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കണം, നമുക്കൊരു 10, 35, 40 ലക്ഷം അതിഥി തൊഴിലാളികൾ ഇവിടെ ഉണ്ട്, മൈഗ്രൻ്റ് ലേബേഴ്സിന് പറയും. അവരെ കയ്യിൽ നിന്ന് നമുക്ക് ഏകദേശം 42,000 കോടി രൂപ സ്റ്റേറ്റിന് പോയിക്കൊണ്ടിരിക്കുക എല്ലാ വർഷവും. പുറത്ത് നമുക്ക് ഏകദേശം 2 ലക്ഷം കോടി രൂപ വരുന്നുണ്ട്. ഈ വരുന്ന രൂപ മൊത്തം ബാങ്കിൽ കിടക്കുക. അപ്പോൾ അതിൻ്റെ അകത്തിന് ഒരു 50% ടാപ്പ് ചെയ്താലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന പ്രോജക്ട്സിലോട്ട് ഡെപ്ലോയ് ചെയ്താൽ ആ പ്രോജക്ട്സ് ടേക്ക് ഓഫ് ചെയ്യും. അത് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് റിട്ടേൺസ് ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കും, ഗവൺമെൻറ് ഗ്യാരണ്ടിയിലാണ് പോകുന്നത്. അതല്ലേ, സോവറിൻ ഗ്യാരണ്ടിയിൽ കൊടുക്കുമ്പം ആൾക്കാർക്ക് വിശ്വാസമുണ്ട്, സർക്കാരിന് മുടക്കിയ പണം തിരിച്ചു കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അതൊരു വൺ പാർട്ട്. സെക്കൻഡ് തിങ് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഏറ്റവും വലിയൊരു തോട്ട് എന്ന് പറയുന്നത്, കേന്ദ്ര ഗവൺമെൻറ് ഒരു റെയർ എർത്ത് കോറിഡോർ എന്ന് പറയും. റെയർ എർത്ത് കോറിഡോർ എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കി, ഏറ്റവും കൂടുതൽ റെയർ എർത്ത് ഉള്ളത് ഇലിമിനൈറ്റ്, മോണോസൈറ്റ്, തോറിയം ഒക്കെ ഉള്ള ഒരു കോറിഡോറാണ്
കൊല്ലം ചവറ, പിന്നെ കൊല്ലം ഏരി ചവറ, കൊല്ലത്ത് തന്നെ ചവറ ആലപ്പി ആ കോസ്റ്റ് ലൈനിലാണ് ഏറ്റവും കൂടുതൽ ഇത് കിടക്കുന്നത്. അപ്പോൾ ഈ കോറിഡോറിന് നമ്മൾ നല്ല രീതിയിൽ നമുക്കിപ്പോൾ നമ്മൾ നോക്കിയാൽ തോറിയൻ ഡെപ്പോസിറ്റ്സ് എടുക്കുക. തോറിയൻ ഡെപ്പോസിറ്റ് ഇന്ത്യയിലെ 8% ഡെപ്പോസിറ്റ്സ് കിടക്കുന്ന കേരളത്തിലാണ്. അതെ, അത് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള സാധനം. അപ്പോൾ ആ ഇരിക്കുന്ന നമുക്ക് നമ്മൾ പറയുന്ന റെയർ എർത്ത് എന്ന് പറയുന്നത്, നിങ്ങൾ മലയാളത്തിലൊരു വേർഡുണ്ടല്ലോ, അപ്പോൾ ഈ റെയർ എർത്ത് ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ മൈൻഡ് ചെയ്ത് വിടാതെ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ്, ഇത് കൊടുത്തിട്ട് ഖനനം ചെയ്ത് ആൾക്കാർ കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. ഇതിനെ അടുത്ത് വാല്യൂ എഡിഷൻ നടത്തുക. ഇപ്പോൾ SMTR എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ദറ്റ് ഈസ് സ്മോൾ മോഡ്യൂളർ തോറിയം റിയാക്ടേഴ്സ്. ലോകത്തിപ്പോൾ അത് നന്നായി പിടിച്ചു കയറുന്ന അത്രയും ഒരു റിയാക്ടേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ അതിന് അനുബന്ധമായിട്ടുള്ള പ്രോഡക്ട്സ് ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കടബാധ്യത 5,07,000 കോടി രൂപ നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്യാം. കാര്യം നമുക്ക് ഇത് കൊണ്ട് തന്നെ ഒരു വരുമാനം, ഇത് നമ്മളിവിടെ ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന ഇതിൻ്റെ വാല്യൂ അതിനാലും കൂടുതലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ മോണിറ്റൈസ് ചെയ്ത് വാല്യൂ എഡിഷൻ ചെയ്താൽ ആ വാല്യൂ എഡിഷനകത്ത് നമുക്ക് കടബാധ്യതയും മാറ്റാം, നമുക്ക് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ കൂട്ടാം, കേരളത്തിൽ കൂടുതൽ വരുമാനം വരുന്ന ഒരു സർപ്ലസ് ബഡ്ജറ്റിലോട്ട് മാറാം, നമുക്ക് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ചലഞ്ചാണ്. ഈ ചലഞ്ചിലാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചു, ഏത് പരിസ്ഥിതിവാദികൾ. അപ്പോൾ ഈ പരിസ്ഥിതി ആൾക്കാർ, നമ്മൾ ആ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാർ, നമ്മൾ അവരുടെ കോൺഫിഡൻസ് എടുക്കണം. അവർക്ക് ജോലി കിട്ടും. ഇതിനകത്ത് വരാൻ പോകുന്ന ഇത് വെറുതെ ഇങ്ങനെ വല്ലവർക്കും കൊടുത്തിട്ട് ഖനനം ചെയ്ത് കൊണ്ടുപോകാനല്ല കൊടുക്കുന്നത്. നമുക്കിവിടെ ഒരു വ്യവസായം വരാൻ പോവാം. നമ്മുടെ കേരള മിൽസ് ആൻഡ് മെറ്റൽസ് അവിടെ ഉണ്ട്, ഇന്ത്യൻ റെയർ എർത്ത് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് അവിടെ വാല്യൂ എഡിഷൻ കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് കൊണ്ടുവരുവാണെങ്കിൽ 100% ഈ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിയാൽ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ തീരും. ഇത് ആദ്യമായിട്ടാണ് ഒരാൾ ഇതിനെപ്പറ്റി പറയുന്നത്. അദ്ദേഹത്തിന് നന്നായി അറിയാം ഇത് പരിസ്ഥിതി ഇഷ്യൂസായിട്ട് വരും. ആ പരിസ്ഥിതി ഇഷ്യൂസാണ് മുൻകൂട്ടി കണ്ട് നേരത്തെ പറയുന്നു തരണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് NRI ഡെപ്പോസിറ്റ്സ് നമ്മൾ ഡിപ്ലോയ് ചെയ്ത് അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് ആകർഷിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് ബാങ്കിന് പലിശ എടുക്കാതെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പലിശ വാങ്ങിക്കാതെ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തഡോളജി അഡോപ്റ്റ് ചെയ്താൽ, പ്ലസ് ഈ റെയർ എർത്തിൻ്റെ സാധനം വാല്യൂ എഡിഷൻ കൂടെ ചെയ്താൽ കേരളത്തിൻ്റെ പ്രോബ്ലം തീരും എന്നുള്ളതാണ് ആദ്യം. ഇത് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, യാതൊരു സംശയം വേണ്ട. അത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം. പൊതുവെ ആൾക്കാർക്ക് തോന്നുള്ളൊരു സർക്കാരിൻ്റെ കയ്യിൽ പണം കൊടുത്താൽ തിരിച്ച് കിട്ടൂലാണ്. അതിൻ്റെ ഒരു ഗ്യാരണ്ടി പ്രോപ്പറായിട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും. കാര്യം അവരും കൂടെ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ ആവും. പിന്നെ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുക്കുന്നു. അപ്പോൾ ബാങ്കിൽ കിടക്കുന്നാലും കൂടുതൽ നല്ല രീതിയിൽ റവന്യൂ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല റിട്ടേൺസ് കിട്ടുവാണെങ്കിൽ അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതേപോലെയാണ് നമ്മളിപ്പോൾ ഈ റെയർ എർത്തിൻ്റെ സാധനം. അപ്പോൾ ലോകത്തുള്ള എത്രയോ കമ്പനീസ് കാത്തിരിക്കുകയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇത്രയോ ഒരു സാധനം. നമുക്ക് സ്വർണ്ണം മുട്ട ഇടുന്ന താറാവ് കയ്യിലുണ്ട്. ഈ താറാവിന് മുട്ട ഇടാനായിട്ട് അനുവദിക്കുക. അതുകൊണ്ടാണ് നമ്മൾ മുട്ട ഇടാനായിട്ട് അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ ഇരിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണ്ണം മുട്ട ഇടുന്ന താറാവ് കയ്യിലുള്ളപ്പം അതിനുള്ള സറൗണ്ടിങ്സും അതിനുള്ള എൻവയറമെൻറ്റ് ക്രിയേഴ്സും എക്കോ സിസ്റ്റം ഉണ്ടാക്കി കൊടുത്താൽ ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അദാനി ഗ്രൂപ്പിൻ്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം, അതായത് പോർട്ടായാലും എയർപോർട്ടായാലും ഇനി ഭാവിയിൽ വരാനിരിക്കുന്നതായാലും മൊത്തത്തിലുള്ള ആ സ്വാധീനം നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് അനുകൂലമാണോ അതോ പ്രതികൂലമാണോ? ആദ്യം നമ്മൾ ഒരു കാര്യം പറയട്ടെ, ആദ്യം ഒരു കാര്യം തിരുത്തണം. ഈ വർദ്ധിച്ചു വരുന്ന സ്വാധീനം എന്ന് പറയുന്നത് തെറ്റാണ്. അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്വാധീനം എന്ന് പറയുന്നത് അവർക്ക് നമ്മളെ ഹോൾഡ് ചെയ്യാനോ നമ്മൾ റാൻസത്തിൽ പിടിക്കാനോ അവരെ കൊണ്ട് പറ്റില്ല. കാര്യം ഗവൺമെൻറ് ഈസ് ഓൾവേസ് പവർഫുൾ. കാര്യം ഓൾ ദ ടൈം ഗവൺമെൻറ്. അദാനി വന്നിരിക്കുന്നത് പ്രോപ്പർ ടെൻഡറിങ് പ്രോസസ്സ് വഴിയാണ് വന്നിരിക്കുന്നത്. അത് തുറമുഖമായാലും ശരി, എയർപോർട്ടായാലും ശരി, എത്രയോ കമ്പനീസും നമ്മൾ കേരള സർക്കാർ വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ള ടെൻഡർ വഴിയാണ് അദാനി ഈ തുറമുഖം ഏറ്റെടുത്തതും ഈ എയർപോർട്ട് ഏറ്റെടുത്തതും. ഈ നമ്മൾ തുറമുഖത്തിൻ്റെ കാര്യം വരാം. അപ്പോൾ തുറമുഖത്തിൻ്റെ കാര്യം വരുമ്പം നമ്മൾ ആൾക്കാർ പറയുന്നു അദാനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ കേരള സർക്കാരാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടിരിക്കുന്നത്, അദാനി ഒന്നും ഇട്ടിട്ടില്ലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദാനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് കേരള 3,765 കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് 818 കോടി രൂപയാണ് എൻ്റെ ഒരു കണക്കനുസരിച്ച് കിട്ടുന്നത്. അദാനി ഓൾമോസ്റ്റ് അബൌട്ട് മോർ ദാൻ 8,000 crores ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 8,800 crores. അപ്പം ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ലാൻഡ് ആയിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ലോക്കൽ ഇഷ്യൂസൊക്കെ വരും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അദാനിയുടെ സെക്കൻഡ് ഫേസ് ഇൻവെസ്റ്റ്മെൻറ്റ് 16,000 കോടി രൂപയാണ്. മനസ്സിലല്ലേ?
അപ്പോൾ അദാനി ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കുമ്പം അദാനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് അദാനി 3000 ചില്ലാനം കോടി രൂപയാണ് അദാനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ 20,000 crores ആണ് അദാനി ഈ ഫസ്റ്റ് ഫേസും ഈ വരാൻ പോകുന്ന ഫേസുമായിട്ടുള്ള ഈ 20,000 crores അകത്തുള്ള ഷെയർ അവർക്ക് നോക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ ഞാനൊരു കമ്പനി നന്നായി വളർന്നു വരുമ്പം എൻ്റെ കമ്പനിക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ വരും. അതേപോലെ അദാനിക്ക് ഇതുണ്ട്. കാര്യം അദാനി അതിന് ട്രാക്ഷൻ വന്നു, നല്ല രീതി വന്നപ്പം അദാനിക്ക് MSC ഷിപ്പിംഗ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ കപ്പൽ ഹാൻഡിൽ ചെയ്തത്. 1000 കപ്പലോളം വന്നു കഴിഞ്ഞു. 18 മാസം കൊണ്ടാണ് ഇത്രയും വന്നത്. 20 ലക്ഷത്തോളം കണ്ടെയ്നേഴ്സ് വരെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് റെക്കോർഡ് ടൈമിൽ ഇത്രയും നമ്മൾ ഹാൻഡിൽ ചെയ്തപ്പം MSC കമ്പനിക്കാർക്ക് തന്നെ തോന്നി ഇത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ അദാനി ഓപ്പൺ ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവർ മുന്നോട്ട് വരുന്നു. അങ്ങനെ വരുമ്പം നമ്മൾ അതിൻ്റെ ഒരു 46 നമ്മൾ 49%, 49%, 74% വരെ ഇവർക്ക് അദാനിക്ക് ഇത് കൊടുക്കാം. അദാനി കൊടുക്കുന്ന ആദ്യം മനസ്സിലാക്കണം, ഈ പോർട്ട് അദാനിയല്ല ഓൺ ചെയ്യുന്നത്. അതായത് ബിൽഡ് ആൻഡ് ഓപ്പറേറ്റേ ഉള്ളൂ ജോലി. പോർട്ട് കേരള സർക്കാരിൻ്റെ ആണ്, വിസിലിൻ്റെ ആണ് ഇത് കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ വിസിലിൻ്റെ കീഴിൽ വരുമ്പം വിസിലിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടല്ല ഇടുന്നത്. ഇത് എൻ്റെ കമ്പനിക്കകത്ത് ഞാൻ ഇപ്പോൾ അദാനിയാണ്, എൻ്റെ കമ്പനിക്കകത്ത് MSC ഷിപ്പിംഗ് കൊണ്ടുവന്ന് എനിക്ക് 49%, ഞാൻ അത് ലിവറേജ് കാണിക്കുക, എനിക്ക് 20,000 crores ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ 49% വരുമ്പം എനിക്ക് 13,000 crores വരും, $1.2 billion. അപ്പോൾ അവർ അത് എഗ്രി ചെയ്യുന്നു. ഇത് ആദ്യം ഒരു സംസാരമാണല്ലോ. സംസാരം കഴിയുമ്പം ഇതിന് ബൈൻഡിങ് എഗ്രിമെൻ്റ് ആവും. അപ്പോൾ എഗ്രിമെൻ്റ് ആയതിൻ്റെ നിയമം എന്താണ്? നോർമലി ഇത് പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പോൾ ഒരു ലിസ്റ്റഡ് കമ്പനി ബൈൻഡിങ് എഗ്രിമെൻ്റ് ആയാൽ ആദ്യം ചെയ്യുന്ന സെബിയെ അറിയിക്കണം. അപ്പോൾ സെബിയെ അറിയിച്ച് സെബിയുടെ പെർമിഷൻ എടുത്ത ശേഷം മാത്രമേ അദാനി ഇത് പബ്ലിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു, ബൈൻഡിങ് എഗ്രിമെൻ്റ് കഴിഞ്ഞു, സെബിയിൽ പോയി സെബിയുടെ അപ്രൂവൽ കിട്ടി, ഇവർ പബ്ലിക്കിനെ അറിയിക്കണം. അടുത്ത സ്റ്റേജ് ഗവൺമെൻറ് അറിയിക്കണം, ടു ഇൻഫോം ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു മാറ്റമുണ്ട് ഞങ്ങളുടെ ഇതിനകത്ത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അദാനി ഇത് അവർക്ക് MSC ഷിപ്പിങ്ങിന് വിട്ടുകൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് MSC ഷിപ്പിങ്ങിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ബേസിക്കലി ബിസിനസ് ഗ്രൂപ്പ്. ഇതേ ഇൻവെസ്റ്റ്മെൻറ്റ് MSC ഗ്രൂപ്പ് 800 പോർട്ടിൽ ചെയ്തിട്ടുണ്ട്. അവിടെയും പല കപ്പലും വരുന്നുണ്ട്. അദാനി MSC ഷിപ്പിംഗ് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കപ്പൽ ഇവിടെ വന്നത് MSC ഷിപ്പിംഗ് ശരിയാണ്. തമിഴ്നാട്ടിൽ 800 എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെയും പല മസ്കും പല കപ്പലിൽ അവിടെ വരുന്നുണ്ട്. സോ അതിൻ്റെ അകത്തൊന്നും എനിക്ക് തോന്നുന്നു ഇതൊരു കോൺട്രവേഴ്സിക്കുള്ള ഒരു കാര്യമൊന്നുമില്ല. ഇത് ഫാക്ച്വൽ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനൊരു കമ്പനി നടത്തുമ്പോൾ എൻ്റെ കമ്പനിക്കകത്ത് ആര് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടെങ്കിൽ ഞാൻ ഗവൺമെൻറ് അറിയിക്കണം, എൻ്റെ കമ്പനിക്കകത്ത് പുതിയൊരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അറിയിക്കുന്നു. ഇതേ ഉള്ളു നടന്നിട്ടുള്ളത്. അല്ല ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് അത്ര വിവാദത്തിന് വേണ്ടി ഒരു ക്രിയേറ്റ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ഒരു MSC ഷിപ്പിങ്ങിന് വിട്ടുകൊടുത്തു. അദാനിക്ക് കൊടുത്തിരിക്കുന്നത് ഈസ് ഓൺലി ടു ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ്. അപ്പോൾ അവർക്ക് വേറെ ഓണർഷിപ്പേ ഇല്ല. പിന്നെ ഇത് കഴിയുമ്പം 2038 ആകുമ്പം ഈ പറഞ്ഞിരിക്കുന്ന പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ 2028 ആകുമ്പോൾ പ്രോജക്റ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്യുമ്പം കേരള സർക്കാരിന് എല്ലാ വർഷവും 1% ഓഫ് ദ റിട്ടേൺസ് കിട്ടി, ടു മാക്സിമം 40% ഉണ്ട്. ഇത് ഈ പീരീഡ് കഴിയുന്ന മുമ്പ് സർക്കാർ 40% കിട്ടാൻ പോകുന്നത് റവന്യൂ ആണ്, പ്രോഫിറ്റ് ഷെയറിംഗ് അല്ല, റവന്യൂ ഷെയറിംഗ് ആണ്. അപ്പോൾ റവന്യൂ ഷെയറിംഗ് ഗവൺമെൻറ് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല രീതിയിലുള്ള ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അത്ര ഇല്ല. അവർ ഇട്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ROI നോക്കിയാൽ ഗവൺമെൻറ് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മനസ്സിലല്ലേ? ബൈ അദാനി ബ്രിങ് എ ന്യൂ പാർട്ട്ണർ, ബട്ട് ഈസ് നോട്ട് അഫക്റ്റിംഗ് ദി ഓണർഷിപ്പ് ഓഫ് ദ ഗവൺമെൻറ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഗോയിങ് ടു ബ്രിങ് മോർ ബിസിനസ്. അപ്പോൾ ബിസിനസ് കൂടാറാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇതൊരു കോൺട്രവേഴ്സി ആയിട്ട് കാണുക. അദാനി വന്നിരിക്കുന്നത് അദാനിക്ക് മാത്രം ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലോകത്തിപ്പോൾ ഏറ്റവും കൂടുതൽ പോർട്ട് നടത്തുന്ന ഒരു കമ്പനിയാണ് അദാനി. തിരുവനന്തപുരം വിമാനത്താവളം അവരെടുത്തു. അവർ വരുന്ന മുമ്പ് നമുക്ക് എത്ര ഫ്ലൈറ്റ് ഉണ്ട്? 10-30 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. 5000 പേര് ട്രാവൽ ചെയ്യുമായിരുന്നു. ഇന്ന് 100 ഫ്ലൈറ്റ് കൂടുതൽ പെർ ഡേ വരുന്നു. 10-12000 പേര് ട്രാവൽ ചെയ്യുന്നു. 16,000 പീപ്പിൾ ആർ ട്രാവലിംഗ്. അപ്പോൾ അവർ ബിസിനസ് ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു ബിസിനസ് ഗ്രൂപ്പ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവർ 100% ബിസിനസ് വെഞ്ചറായിട്ട് കാണുള്ളൂ. ആ ബിസിനസ് വെഞ്ചറായിട്ട് കാണുന്നതുകൊണ്ടാണ് ആ പ്രോജക്റ്റ് സക്സീഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ലോസ് എടുക്കാൻ പറ്റില്ല, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയേ പറ്റൂ. ആൻഡ് ദി ആർ ലിസ്റ്റഡ് കമ്പനി. സോ ഇതിനകത്ത് നമുക്ക് വിവാദം നോക്കേണ്ട കാര്യമേ ഇല്ല. ബിക്കോസ് അദാനി സക്സീഡ് ചെയ്താൽ പുറത്തുള്ള വലിയ വലിയ കമ്പനീസ് ഇത് നോക്കിക്കൊണ്ടിരിക്കുക.
അപ്പോൾ ആ കമ്പനീസ് നോക്കുമ്പോൾ കേരളത്തിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഇത്രയും റവന്യൂ വരുന്നു. തീർച്ചയായിട്ടും കേരള ഇസ് ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനാണ്. കേരളത്തിൽ പോയി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് അദാനി വരെ രക്ഷപ്പെട്ടു, അങ്ങനെ പറയുള്ളൂ. അദാനി വരെ രക്ഷപ്പെട്ടു. കാരണം കേരളത്തിൽ വന്ന് മുടക്കുന്ന ആൾക്കാരൊന്നും രക്ഷപ്പെടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ അദാനി വരെ രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ആയിക്കൂടാന്ന് പറഞ്ഞാൽ ആൾക്കാർ വരും. അതാണ് എൻ്റെ സത്യം. കേരളത്തിനെ കുറിച്ചൊരു നല്ല പ്രതിച്ഛായ കൊണ്ടുവരാനും ഇത് സഹായിക്കും എന്നാണ് സാർ പറയുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് സീപോർട്ട് ഉണ്ട്, എയർപോർട്ട് ഉണ്ട്, നാഷണൽ ഹൈവേ, പിന്നെ ഇൻലാൻഡ് വാട്ടർവേസ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് എക്കണോമിക് കോറിഡോർ അത് സാധ്യമല്ലേ? ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം തിരുവനന്തപുരം ഒരു യൂണീക്കായിട്ട് പൊസിഷൻ ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഇത് ഗോഡ്സ് ഗിവൺ ഓപ്പർച്യൂണിറ്റിയാണ്, ലൈക്ക് ദൈവം തന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഒരു തുറമുഖം അടുത്ത് കിടക്കുന്നു. അവിടുന്ന് 10 കിലോമീറ്റർ ഇപ്പോഴേ ഉള്ളൂ നമുക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതിൻ്റെ അടുത്ത് കൂടെ ഒരു ഇൻ്റർ വാട്ടർ വേ പോകുന്നു. നാഷണൽ ഹൈവേ ചേർന്ന് തന്നെ അങ്ങ് പോവുകയാണ്. തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് തമിഴ്നാട്. അവിടെ നിന്ന് നോക്കിയാൽ ഒരു 10, 15, 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി കിടക്കുമ്പം നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യണം. അതിന് ഇൻ്റഗ്രേറ്റഡ് ഇക്കണോമിക് കോറിഡോർ തന്നെയാണിത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കേരള ഗവൺമെൻറ് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ കൊണ്ടുവരുന്നത്. അവിടുന്ന് കണക്ട് ചെയ്ത് നമ്മൾ വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ പോയിട്ട് പോകുന്ന ഒരു കോറിഡോർ വരുന്നു. അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പം ഇതേ കോറിഡോർ നമ്മൾ മനസ്സിലാക്കണം റെയിൽവേ കണക്ടിവിറ്റി കൊണ്ടുവരുന്നു. ഇപ്പം റെയിൽവേ കണക്ടിവിറ്റി ടെൻഡർ ചെയ്തിരിക്കുക. അപ്പോൾ റെയിൽവേ കണക്ടിവിറ്റി വന്നാൽ നമ്മളിപ്പം 2 വരി പാത വരുന്നു, ഇത് ട്രിവാൻഡ്രം നാഗർകോയിൽ, ആ പാതയിലോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റെയിൽവേ കണക്ടിവിറ്റി അടുത്തായി. നമ്മളിപ്പോഴേ പോർട്ട് പറഞ്ഞു, എയർപോർട്ട് പറഞ്ഞു, ഇൻലാൻഡ് വാട്ടർവേ, റോഡ് പറഞ്ഞു, പക്ഷേ റെയിൽവേയും കൂടെ വരുവാണ്. അപ്പം ഇത് എല്ലാം കൂടെ എക്കോ സിസ്റ്റം നോക്കുമ്പം നമ്മുടെ തമിഴ്നാട്ടിൽ തന്നെ തൊട്ടടുത്ത് അവർ 10,000 ഏക്കർ എടുത്ത് അവിടെ വലിയ രീതിയിൽ വ്യവസായങ്ങൾ വരുന്നു. കേരളത്തിലും ഇതേപോലെ നമുക്കുള്ള ഭൂമി തീർച്ചയായിട്ടും അതിനെ നമുക്ക് മോണിറ്റൈസ് ചെയ്ത് ആൾക്കാർ വരുന്നു. ഇപ്പോഴേ ആൾക്കാർ വന്നു തുടങ്ങി. അത് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, ഔട്ടർ റിംഗ് റോഡ് നമ്മൾ പറയും. ആൾക്കാർ ഇപ്പോഴേ ആ അലൈൻമെൻ്റ് ഒക്കെ ചോദിച്ചു തുടങ്ങി. ഇതിലേക്കൂടെ പോകുന്നത്, അതിലേക്കൂടെ ഭൂമി എടുത്താൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കൺസ്യൂമർ സാധനങ്ങളെ വരുന്നു, പക്ഷേ നമ്മളൊന്നും മാനുഫാക്ചർ ചെയ്ത് പുറത്ത് വിടുന്നില്ല. നമ്മൾ മാനുഫാക്ചറിങ് സ്റ്റേറ്റിലോട്ട് MSME എന്ന് പറയും, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. ആൾക്കാരിപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് തുടങ്ങി. ഇത്രയും നാൾ ആൾക്കാർ തിരിഞ്ഞു നോക്കാത്തൊരു കാര്യം, സ്റ്റാർട്ടപ്സ് വന്നു തുടങ്ങി. അപ്പോൾ കുട്ടികൾ തന്നെ ഇതൊക്കെ തുടങ്ങി ഇതിനൊക്കെ കയറ്റി വിടാനും ഇവിടുന്ന് ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റി ആ ഹബിൻ്റെ അകത്തിന് റെയിൽവേ വഴി കയറ്റി വിടാം, കപ്പൽ മാർഗം പോകാം, അല്ലെങ്കിൽ എയർപോർട്ട് വഴി പോകാം, കാർഗോ എക്സ്പോർട്സ്, വേസ്റ്റബിൾ എക്സ്പോർട്സ്, ഇതെല്ലാം വരുന്ന ഒരു കോറിഡോർ. ഈവൻ മെറൈൻ പ്രോസസ്സിങ്, ഏറ്റവും കൂടുതൽ മെറൈൻ പ്രോസസ്സിങ് വരുന്ന ഒരു സ്ഥലമാണ് നമുക്ക്. കാര്യം മീൻ റിലേറ്റഡ് ആയിട്ടും. ഇപ്പോൾ തൂത്തുക്കുടി ഫോർ എക്സാമ്പിൾ, ഇതെല്ലാം നമ്മൾ നോക്കുക, എല്ലാം കൂടെ അടുത്തടുത്താണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത്, നമുക്ക് ആക്ച്വലി ചുരുക്കത്തിൽ പറഞ്ഞാൽ ട്രിവാൻഡ്രം തിരുനെൽവേലി ഇൻഡസ്ട്രിയൽ കോറിഡോർ വേണം. ഈ കോറിഡോർ കണക്ട് ചെയ്ത് നേരെ കൊച്ചി കണക്ട് ചെയ്ത് അങ്ങ് പോകണം എല്ലാ രീതിയിലും. കാരണം നമുക്ക് ആ കോറിഡോറിൽ ഒരു എക്സ്റ്റൻഷൻ, ആ കോറിഡോറായിട്ട് ഡിക്ലെയർ ചെയ്ത് 2 സൈഡിലും വരുന്ന വ്യവസായത്തിന് അതിൻ്റെ ബെനിഫിറ്റ് കൊടുക്കുക. നമുക്ക് ട്രിവാൻഡ്രത്തിൽ അല്ലാതെ തന്നെ ഒരു കോറിഡോർ ഉണ്ട്, നമ്മളിപ്പം പറയുന്ന IT കോറിഡോർ. ഈ IT കോറിഡോറിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയാൽ കേരള സർക്കാരിന് കിട്ടുന്നതും തിരുവനന്തപുരത്ത് കിട്ടുന്ന ഏറ്റവും കൂടുതൽ GDP കൊടുക്കുന്ന ഒരു കോറിഡോറാണ് കഴക്കൂട്ടം IT കോറിഡോർ. നമ്മൾ കഴക്കൂട്ടമാണ് ഏറ്റവും കൂടുതൽ ആക്ച്വലി നോക്കിയാൽ ഏറ്റവും കൂടുതൽ വ്യവസായം ഉള്ളതും ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി വരുന്ന IT പാർക്ക് മുതൽ നമുക്ക് ഡിഫൻസ്, സ്പേസ് പാർക്ക്, ലൈഫ് സയൻസ് പാർക്കൊക്കെ വരുന്ന റൂട്ടാണ്. ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് മറ്റേ ഇൻഡസ്ട്രിയൽ കോറിഡോറായിട്ട് ലിങ്ക് ചെയ്താൽ എല്ലാ രീതിയിലുള്ള വ്യവസായം വരും. നമുക്ക് ബയോമെഡിക്കൽ വരാം, ടൂറിസം റിലേറ്റഡ് ആയിട്ട് വരാം, എഡ്യൂക്കേഷൻ സെക്ടേഴ്സ് വേറെ വരാം. ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിലൊക്കെ വരുമ്പം സ്പേസ് ഉണ്ട്, പല യൂണിവേഴ്സിറ്റീസ് വരാം. എല്ലാം നമുക്ക് ഓരോന്ന് ഡിവൈഡ് ചെയ്യാം. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബിസിനസ്സസ്, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് ടൂറിസം റിലേറ്റഡ് ബിസിനസ്, ഹെൽത്ത് കെയർ, ഇങ്ങനെ അമിതമായിട്ടുള്ള പല രീതിയിലുള്ള ബിസിനസ്സിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ഭൂമി ഇല്ല എന്നുള്ളതാണ് പൊതുവെ ആൾക്കാർ പറയുന്നത്. അത് തെറ്റാ, ഭൂമിയുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഭൂമിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളൊരു ഭൂമി വരുമ്പം നമ്മൾ കാണുന്നത് ആൾക്കാർ പലപ്പോഴും ഇത് എങ്ങനെ ലിവറേജ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗവൺമെൻറ് അവരെ ഹെൽപ്പ് ചെയ്യാനും പോയിട്ടില്ല. അപ്പം ഭൂമിയുള്ള ആളിന് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞ് ഭൂമി വിൽക്കുമോ, അപ്പോൾ ഒരു ബ്രോക്കർ വരുന്നു, ഭൂമി ഫിക്സ് ചെയ്യുന്നു. ബ്രോക്കർ ഈ ഇരിക്കുന്ന ഉടമസ്ഥന് കിട്ടുന്നാലും
2 ഇരട്ടിയോ 3 ഇരട്ടിക്കാണ് ഭൂമി ഓഫർ ചെയ്യുന്നത്. ഇവിടെയാണ് നമുക്ക് വന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. പൊതുവേ പെട്ടെന്ന് കാണാൻ ഒരു ന്യൂസ് പുറത്തു പോയി, വിഴിഞ്ഞം തുറമുഖത്ത് അടുത്തുള്ള ഒരു ഭൂമിയും നമുക്ക് ഭൂമിയില്ല, അഥവാ ഭൂമി ഉണ്ടെങ്കിലും അമിതമായിട്ട് വിലയ്ക്കാണ് ലഭ്യത ഉള്ളത്. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന തമിഴ്നാട്ടിൽ ചുളു വിലയ്ക്ക് ഭൂമിയുണ്ട്. ആക്ച്വലി ഇത് റോങ് ആയിട്ടുള്ള പെർസെപ്ഷനാണ്. വിഴിഞ്ഞത്തിൻ്റെ അടുത്ത് കിടക്കുന്ന വ്യവസായം വിഴിഞ്ഞത്തിന് അടുത്ത് കിടന്നേ പറ്റൂ, മനസ്സിലായില്ലേ? കാരണം 2 കാര്യങ്ങളുണ്ട്. ഒരു സൈഡിൽ വിഴിഞ്ഞം, ഒരു സൈഡ് എയർപോർട്ട്. ഇത് രണ്ടും ഇല്ലാതെ ഒരു വ്യവസായം ഫ്ലറിഷ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് ഇൻ്റഗ്രേറ്റഡ് ഇക്കണോമിക് കോറിഡോർ, അതിന് ഫോക്കസ് കൊടുത്തതിന് സംസ്ഥാന സർക്കാർ പോകണം. പ്രത്യേകിച്ച് തിരുനെൽവേലി ട്രിവാൻഡ്രം ഇൻഡസ്ട്രിയൽ കോറിഡോർ, ലിങ്കിങ് ടു ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, കൂടാതെ നമ്മൾ നാഷണൽ ഹൈവേ, ഇപ്പം വരുന്ന ബ്രോഡനായിട്ട് വരുന്ന നാഷണൽ ഹൈവേ കണക്ട് ചെയ്ത് കൊച്ചി, പാലക്കാട് അങ്ങനെ പോകുന്ന ഒരു രീതിയിലൊരു കോറിഡോർ വരുമ്പം എല്ലാ രീതിയിലും വളർച്ച ഉണ്ടാകും. അത് യാതൊരു സംശയമില്ല. നല്ലൊരു തോട്ട്. സർ പറഞ്ഞത് ഓൾറെഡി അനുഗ്രഹീതമാണ് തിരുവനന്തപുരം. അതിനൊപ്പം കുറച്ച് പ്രായോഗിക ബുദ്ധിയോടെ നമുക്ക് കുറച്ചുകൂടെ സ്ട്രാറ്റജിക് ആയിട്ട് തിങ്ക് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മളിപ്പം കേരള ഗവൺമെൻറ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രീ മുഹമ്മദ് ഹനീഷ് അദ്ദേഹമായിട്ട് നമ്മളിത് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം ഇതിന് പോസിറ്റീവാണ്. ഇപ്പോൾ ഇവിടെയാണ് കിൻഫ്ര ഒക്കെ വരേണ്ടത്. കിൻഫ്ര വന്നിട്ട് ലാൻഡ് അക്വയർ ചെയ്യണം. ലാൻഡ് അക്വയർ ചെയ്തിട്ട് വരുന്ന വ്യവസായത്തിന് കൊടുക്കാൻ കിൻഫ്രയ്ക്ക് കൊണ്ട് പറ്റണം. കാരണം ഇത് ഗവൺമെൻറ് അക്വയർ ചെയ്യുമ്പം ഇത്രയും വില വരില്ല, മനസ്സിലായില്ല? അപ്പോൾ ഗവൺമെൻറ് അറിയാമല്ലോ, അപ്പം നമുക്ക് ഫെയർ വാല്യൂ ഒക്കെ നോക്കിയാലേ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമുക്ക് എല്ലാ രീതിയിലുള്ള സിറ്റുവേഷൻ. അപ്പം പുതിയൊരു ഗവൺമെൻറ് വന്നു, പുതിയ വ്യവസായ മന്ത്രി വന്നു, ശ്രീ പി.കെ. കുഞ്ഞാലി, മോസ്റ്റ് വെറ്ററൻ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററാണ്. വ്യവസായം എന്താണ് പഠിപ്പിക്കേണ്ട കാര്യമില്ല, നല്ല രീതിയിൽ വ്യവസായം അറിയാം. അതിൻ്റെ കൂടെ നല്ലൊരു വ്യവസായ സെക്രട്ടറി വന്നു. അപ്പോൾ ആ സെക്രട്ടറി നിലവിൽ നേരത്തെ ഉണ്ടായിരുന്നു, കണ്ടിന്യൂറ്റി ഉണ്ട്. ആ സെക്രട്ടറിയും കൊണ്ട് അവിടെ ശ്രീ മുഹമ്മദ് ഹനീഷ് വരുന്നു. പിന്നെ കൂടാതെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പോളിസീസ്, ഇപ്പം ബഡ്ജറ്റിൽ കൊണ്ടുവന്ന പോളിസീസും അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഫൈനാൻസും, അദ്ദേഹം ഫൈനാൻസ് കൂടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫൈനാൻസും ഇൻഡസ്ട്രിയും പോർട്ടും എല്ലാം കൂടെ വരുമ്പം എല്ലാ രീതിയിലും ഇവർ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജയിക്കും, സംശയമൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡൻ്റാണ് സാറ്. വീണ്ടും 2 വർഷ കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുകൂടി ആകുമ്പോഴേക്കും 12 വർഷം. അപ്പോൾ ഇത്ര ദീർഘകാലത്തെ പരിചയസമ്പന്നനാണ്. അതുകൊണ്ട് തന്നെ ഒരു ചോദിക്കുകയാണ്, തിരുവനന്തപുരത്തിൻ്റെ വികസന കാര്യങ്ങളിൽ സർക്കാരിനെ ഏതൊക്കെ രീതിയിലാണ് ചേംബർ ഓഫ് കൊമേഴ്സിന് സഹായിക്കാൻ കഴിഞ്ഞത്, പിന്നെ അത് ചെയ്യാൻ കഴിയാതിരുന്നത്, രണ്ടും? നമ്മൾ 10 വർഷം മുമ്പ് വരുമ്പോൾ നമ്മുടെ ഭാഗത്ത് തിരുവനന്തപുരത്തിൻ്റെ ഞാൻ പ്രസിഡൻ്റായിട്ട് വന്നപ്പം നമ്മളെല്ലാം കൂടെ മീറ്റിംഗ് കൂടുമ്പോൾ സാധാരണ ചേംബർ ഓഫ് കോമേഴ്സിലെ മീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളെ കമ്മിറ്റി മെമ്പേഴ്സും നമ്മുടെ മെമ്പേഴ്സിൻ്റെ ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ ഇഷ്യൂസാണ് എടുക്കുന്നത്, അവരുടെ പ്രശ്നങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ ഞാൻ പ്രസിഡൻ്റായി വന്ന ശേഷം ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രോബ്ലംസ് നമുക്ക് ചർച്ച ചെയ്യാം, പക്ഷെ നമുക്കിനി ഭാവിയിൽ ബിസിനസ് കിട്ടണമെങ്കിൽ ഇവിടെ വികസനം ഇല്ലാതെ ഇവിടെ ബിസിനസ് കിട്ടും. നമുക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ ബിസിനസ് വേണ്ടേ? അപ്പം ബിസിനസ് വരണമെങ്കിൽ ആ ബിസിനസ് എൻവയറമെൻറ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് തിരുവനന്തപുരത്തിന് എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും. കാര്യം കാലാകാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്തിൻ്റെ നെഗ്ലക്റ്റാണ്. കാര്യം നമ്മൾ രാജഭരണം കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് തിരുവനന്തപുരത്തിന് അങ്ങനെ ഒരു ബിസിനസ് സെൻട്രിക് ആയിട്ടോ ഒരു ബിസിനസ് കമേഴ്ഷ്യലായിട്ടുള്ള ഒരു സിറ്റി ആയിട്ട് ആരും കാണാറില്ല. ഇത് പൊതുവെ ആൾക്കാർ പറയുന്നത് സർക്കാർ സിറ്റിയാണ്, എല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരാണ്. സാർ പറയുന്നത് ഒരു തലസ്ഥാന നഗരിക്ക് ലഭിക്കേണ്ട പ്രാധാന്യം ഇത്രയും നാളിതുവരെയും തിരുവനന്തപുരത്തിന് ലഭിച്ചിട്ടില്ല. ഇല്ല, നമുക്ക് റെക്കോർഡ് വൈസ് നമ്മൾ തലസ്ഥാനമാണ്. നമ്മൾ ബാക്കിയുള്ള തലസ്ഥാനങ്ങൾ കാണുമ്പം നമ്മൾ തിരുവനന്തപുരം നമ്മൾ നോക്കും, നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല. ചെന്നൈ ആയാലും നമുക്ക് ബാംഗ്ലൂർ ആയാലും നമുക്ക് സൗത്ത് ഇന്ത്യ നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞ് നമുക്കിത് ശരിയാക്കി എടുത്തേ പറ്റൂ. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്നത് സർക്കാരിനെ എപ്പോഴും കുറ്റം പറയുക. നമ്മൾ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സർക്കാരിനെ കുറ്റം പറയുന്ന കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർക്കാരിൻ്റെ കൂടെ നിന്ന് എങ്ങനെ വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റും, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ തിരിച്ചാക്കി. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ കൂടെ അങ്ങനെ വന്നപ്പോൾ കുറേ യൂത്ത് വന്നു. നമ്മളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് എവേക് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു യൂത്ത്, കാര്യം ഉറങ്ങിക്കിടക്കുന്ന തിരുവനന്തപുരം ഉണർത്തുക എന്നുള്ള ഒന്ന്. പിന്നെ ഒരു ട്രിവാൻഡ്രം എജൻഡ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 25 വർഷമായിട്ടുള്ള അത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അതിനെ കുറച്ചുകൂടെ ആക്റ്റീവാക്കി ശ്രീ വി കെ മാത്യൂസാണ് അതിൻ്റെ പ്രസിഡൻറ്റ്, IBSൻ്റെ ഓണർ. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അകത്ത് 10-15 പേര് നമ്മളെല്ലാവരും കൂടെ ഇത് ആലോചിച്ച ശേഷം നമ്മൾ സർക്കാരുമായിട്ടും ആദ്യം ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് എൻഗേജ് ചെയ്യുക. അപ്പോൾ അവരുമായിട്ട് നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക.
അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ നോക്കുമ്പം നമ്മളൊരു കാണുന്നത് അവർക്ക് അത്രയും ഒരു ഇമ്പോർട്ടൻസ് തോന്നിയില്ല. കാര്യം ഇവരാരെയാണ് നമ്മുടെ അടുത്തേക്ക് കാര്യങ്ങൾ പറയാൻ ആൾക്ക് പൊതുവെ ഒരു തോന്നൽ. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ ഇലക്ഷൻ വരുന്നതും നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് TBM എന്ന് പറഞ്ഞ് ട്രിവാൻഡ്രം വികസന മുന്നേറ്റം വരുന്നതും അതിനൊരു പൊളിറ്റിക്കലായിട്ട് നമ്മൾ മത്സരിക്കുന്നതും ആ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു 7% വോട്ട് കിട്ടുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ കഥ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് മനസ്സിലാക്കി ഇത് റിയലായിട്ടുള്ള ആൾക്കാരാണ്, ഇവരെ നമുക്ക് ശ്രദ്ധിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ലെവലിലോട്ട് ഇവർ ഇനി കൂടെ നിർത്തി ഇവരുമായിട്ട് സംസാരിച്ച് ഇവരുമായിട്ട് എന്തൊക്കെ പദ്ധതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടുത്തെ ശ്രദ്ധയെ കൊണ്ടുവന്നത് തിരുവനന്തപുരം വെറും ഒരു ക്യാപിറ്റലല്ല, ട്രിവാൻഡ്രം ക്യാപിറ്റൽ മാത്രം, ക്യാപിറ്റൽ റീജിയനാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, നാഗർകോയിൽ, കന്യാകുമാരി, തിരുനെൽവേലി, ഇതാണ് നമ്മുടെ എക്കോ സിസ്റ്റം. ഈ എക്കോ സിസ്റ്റത്തിന് നമ്മൾ നല്ല വലിയ രീതിയിൽ കാണണം. അപ്പോൾ സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയൻ ഞങ്ങൾ തന്നെ വിളിക്കാൻ തുടങ്ങി. പിന്നെ ഡൽഹിയിൽ പറയുന്നത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ, നമ്മൾ NCR. ആ NCR 2 സ്റ്റേറ്റാണ്. ഡൽഹി കൂടാതെ തൊട്ടപ്പുറത്ത് UP, തൊട്ടപ്പുറത്ത് ഹരിയാന. ഇവിടെ നമ്മൾ ഡിസ്ട്രിക്ട്സേ പറയുന്നുള്ളൂ, പിന്നെ ഒരു സ്റ്റേറ്റും ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജിയൻ വന്നപ്പം അതിനെ എല്ലാവരുമായിട്ട് സംഘടിപ്പിച്ച് ഓരോ സ്ഥലത്തുള്ള ആൾക്കാരെ വിളിച്ച് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികൾ അത് മനസ്സിലാക്കിയിട്ട് അവരുടെ ഇരിക്കുന്ന മാനിഫെസ്റ്റോയിൽ തിരുവനന്തപുരത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പലതും ഉൾക്കൊള്ളിക്കാനായിട്ട് നോക്കി. അതിപ്പം വരുന്ന ഹൈക്കോടതി ബെഞ്ച് വന്നിട്ടുണ്ട്, പിന്നെ എയിംസ് വന്നിട്ടുണ്ട്, ഈ മെട്രോ വന്നിട്ടുണ്ട്, റോഡ് വികസനം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കം, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അതിൽ അഡ്രസ്സ് ചെയ്ത്. കാരണം സിറ്റിക്കകത്ത് പിന്നെ വേണ്ടി വരുന്ന കണക്ടിവിറ്റിയാണ്. കണക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് വ്യവസായങ്ങൾ വരില്ല. അപ്പോൾ എയർപോർട്ട് എങ്ങനെ നമുക്ക്, അപ്പോൾ ആ സമയത്ത് എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലായിരുന്നു. അപ്പോൾ ഈ എയർപോർട്ട് പ്രൈവറ്റൈസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒത്തിരി പാടുപെട്ടു. അതിൻ്റെ അകത്ത് വലിയ പങ്ക് വഹിച്ചത് ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടെയാണ് ഇതിൻ്റെ മാത്രമല്ല, തുടക്കകാലത്ത് ശ്രീ സുരേഷ് ഗോപിയും ശ്രീ ഏലിയാസ് ജോണുമാണ് ഏറ്റവും കൂടുതൽ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് ജനപക്ഷം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചാണ് അത് വന്നത്. അതേപോലെ എയർപോർട്ട് വന്നപ്പം അത് പ്രൈവറ്റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. പലരും കോട്ട് ചെയ്തു. നമ്മളെ മനസ്സിൻ്റെ അകത്ത് സ്വപ്നത്തിൽ അദാനി പോലും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കണ്ട GMR, GVK ഒക്കെ വരുന്നതാണ്. ഇവരും കോട്ട് ചെയ്തു, LNT കോട്ട് ചെയ്തു. ടെൻഡർ അവസാനം കേരള സർക്കാർ ഞങ്ങൾക്കും കോട്ട് ചെയ്യണം, കാരണം ഞങ്ങൾ സിയാൽ നടത്തുന്നുണ്ട്, ഞങ്ങൾക്ക് കഴിവുണ്ട്. അങ്ങനെ കേരള സർക്കാരും വന്നു. എന്തായാലും അൾട്ടിമേറ്റ്ലി ഇത് അദാനിക്ക് പോയി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നടന്നു. പിന്നെ നമ്മൾ ഇതിനെ ഫ്ലൈറ്റിൻ്റെ എണ്ണം കൂട്ടിയെടുക്കുക എന്നുള്ളത്, അത് സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്താണ് നമ്മൾ. ഇപ്പോഴും കുറേ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കാണുമ്പോൾ ആൾക്കാർ ഞങ്ങളെ കുറ്റം പറയുന്നുണ്ട്. കണ്ടില്ലേ, കൊച്ചിയിൽ മറ്റേ ഫ്ലൈറ്റ് വന്നു, കൊച്ചിയിൽ സിംഗപ്പൂർ എയർലൈൻസ് പറക്കുന്നു, കണ്ട് കുവൈറ്റ് ഫ്ലൈറ്റ് പുതിയ വന്നു. നമ്മൾ ആദ്യം മനസ്സിലായത് നമുക്ക് പേഷ്യൻസ് വേണം, മനസ്സിലായി, നമുക്ക് ക്ഷമയില്ലാതെ ഒന്നും നടക്കില്ല. നമ്മൾ ഡേ ബൈ ഡേ ഡെയിലി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഭൂമിയുടെ ലഭ്യത കൊച്ചിയാണെങ്കിൽ 2000 ചില ഏക്കറുണ്ട്, തിരുവനന്തപുരം 628 ഏക്കറേ ഉള്ളൂ. കൂടാതെ നമുക്ക് 15 ഏക്കറോളം എടുത്താൽ മാത്രമേ കംപ്ലയൻസ് മീറ്റ് ചെയ്യുള്ളൂ. കാരണം അതാണ് ഈ ഓൾ സയൻസ് കോളേജിന് ബ്രഹ്മോസൊക്കെ വരുന്നത്. പിന്നെ ഒരു 18 ഏക്കർ വേറെ കിടക്കുന്നു, അതൊന്നും എടുത്തിട്ടില്ല. ഉള്ള സെറ്റപ്പ് വെച്ചിട്ടാണ് ഇപ്പം അദാനി മുന്നോട്ട് പോകുന്നത്. അദാനി ഏറ്റെടുത്തിരിക്കുന്ന ഒരു ബ്രൗൺ ഫീൽഡ് എയർപോർട്ടാണ്, ഗ്രീൻ ഫീൽഡ് അല്ല. ബ്രൗൺ ഫീൽഡ് എയർപോർട്ട് എടുക്കുമ്പം നമ്മൾ പഴയ വീട് വാങ്ങിച്ച് പുതുക്കാൻ നോക്കുന്ന പോലെയാണ്. അത് ഒത്തിരി പണച്ചെലവുണ്ട്, കാലതാമസം ഉണ്ടാവും, അത് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്പീഡിൽ പോകത്തുമില്ല. ആ കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ പല കാര്യങ്ങളും ചെയ്തു. ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് അടഞ്ഞു കിടന്നു, തിരിച്ചു വന്നു. നമ്മളതിനെ അതിൻ്റെ പുറകെ പോയി, അദാനിയും അതിൻ്റെ പുറകെ പോയി ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് വന്നു. പിന്നെ എയർപോർട്ട് കുറച്ചുകൂടെ ഒന്ന് മോടി പിടിപ്പിക്കാനായിട്ട് നമുക്ക് 2 എയർപോർട്ടാണ്, ഒന്ന് ഡൊമസ്റ്റിക്, ഒന്ന് ഇൻ്റർനാഷണൽ. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് എയർപോർട്ടും അല്ല. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഒത്തിരി ഉണ്ട്. അപ്പം പൊതുവേ ഞാൻ സോഷ്യൽ മീഡിയ ആൾക്കാർ കാണുന്നത്, അവരെപ്പോഴും നമ്മളൊരു ഫ്ലൈറ്റ് കൊച്ചിക്കാർ ഇടുന്നു, ഞങ്ങൾക്ക് ഇന്ന കാര്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബഹളമാണ്. കണ്ടോ അവിടെ ശശി തരൂർ എന്ത് ചെയ്യുന്നു, ഇവിടെ ബാക്കിയുള്ളൊരു MP അവിടെ പോയി കിടക്കുന്നു. ഇന്നലെ MP മീറ്റിങ്ങിന് MP ചെന്നിട്ടില്ല. MP ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇഷ്യൂ. MP എന്ന് പറഞ്ഞ ആളിന് സ്വാധീനമുണ്ട്. അതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ MP മാർക്കും ഉണ്ട്. ശ്രീ അടൂർ പ്രകാശനുണ്ട്, ശ്രീ ശശി തരൂരിനുണ്ട്, ശ്രീ ബിട്ടാസിനുണ്ട്, ശ്രീ സുരേഷ് ഗോപിക്കുണ്ട്. ഇവരെല്ലാം അവർ ജോലി ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ബാക്ക് ഡോർ വർക്ക് പുറമെ നിന്ന് നമ്മൾ ചെയ്യുന്ന പല പണിയും പുറത്ത് നമ്മൾ പറയേണ്ട കാര്യം. ഇത് യാഥാർത്ഥ്യമാകുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഈ യാഥാർത്ഥ്യമായിട്ട് കാണുമ്പം അത് വന്നു മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ എത്ര വർക്ക് നടന്നുള്ള പലരും മറന്നു പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് നടന്ന് നമ്മൾ അങ്ങനെ വന്ന് എയർപോർട്ടായി. അപ്പം കണക്ടിവിറ്റി വന്നു. വിഴിഞ്ഞം പോർട്ട് ആദ്യം തടസ്സങ്ങളുണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയാം. അവിടെ പ്രശ്നങ്ങളുണ്ടായി, അവിടെ കല്ലെറിയലും ബേളമൊക്കെ വന്നു. അതൊക്കെ നമ്മൾ സോൾവ് ചെയ്തു. അവിടെ ലോക്കൽ പാരിഷുമായിട്ട് നമ്മൾ ചേർന്നു, അവരും കൂടെ നമ്മൾ
കോൺഫിഡൻസ് കൊണ്ടുവന്ന് അങ്ങനെ അത് വിഴിഞ്ഞം പോർട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അന്നും വിഴിഞ്ഞം പോർട്ട് ഇനോഗ്രേറ്റ് ചെയ്യുമ്പോഴും ഇത്ര സക്സസ് ആവാൻ ആരും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. അദാനി പോലും ഇത്രയും പ്രതീക്ഷിച്ച് കാണത്തില്ല. പക്ഷേ ഇത് വിചാരിച്ചാലും വലിയ വിജയമായി മാറി. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ വന്നപ്പം നമ്മൾ നോക്കുമ്പോൾ ട്രിവാൻഡ്രത്തിന് വേണ്ടി വരുന്ന എക്കോ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി എക്കോ സിസ്റ്റം ഹോട്ടൽ ഇൻഡസ്ട്രി വരുന്നു. ഹോട്ടൽ ഇൻഡസ്ട്രി ഇവിടെ നമുക്ക് ട്രിവാൻഡ്രത്ത് നമ്മൾ ആലോചിക്കണം, നമുക്കൊരു കോൺഫറൻസോ വലിയ എക്സിബിഷൻസ് നടത്താൻ പറ്റില്ല. കാരണം നമുക്ക് റൂംസ് ഇല്ല. അപ്പോൾ ശ്രീ യൂസഫ് അലി വന്നു, അദ്ദേഹം ഒരു മോളായിട്ട് വന്നു, അദ്ദേഹം പിന്നെ ഒരു ഹോട്ടലായിട്ട് വന്നു, രണ്ടാമത്തെ ഹോട്ടൽ അദ്ദേഹം ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കും തിരുവനന്തപുരം 8 തൊട്ട് 10 വരെ 5 സ്റ്റാർ ഹോട്ടലിൽ പണി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ രീതിയിലും നമുക്ക് എക്വിപ്ഡായി. പിന്നെയുള്ള കൺവെൻഷൻ സെൻറ്റേഴ്സ് കുറവുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തൊട്ടടുത്ത് നമ്മുടെ കാരക്കോണം അവിടെ ഗോൾഡൻ പാലസ് വന്നു. 12,000 സ്ക്വയർ ഫീറ്റാണ് ഗോൾഡൻ പാലസിൻ്റെ കൺവെൻഷൻ സെൻറ്റർ. 10,000 കാറ് പാർക്ക് ചെയ്യാം. സിറ്റിയിൽ ഇച്ചിരി ദൂരമായി പോയിനേ ഉള്ളൂ. അടുത്തൊരു കൺവെൻഷൻ സെൻറ്റർ ബാലരാമത്ത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് പുതിയതായിട്ട്. എനിക്ക് തോന്നുന്നു 20 മാസത്തിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആർ ദേർ. അപ്പോൾ ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് പതുക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നു, IT കമ്പനിക്കാർ വന്നു, വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നമ്മളിവിടെ വന്നു, കല്ലിട്ടു, വേൾഡ് ട്രേഡ് സെൻറ്റർ വരുന്നു. അപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ വരുമ്പോൾ ആ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ്, ബാംഗ്ലൂരിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് ആമസോണും കമ്പനീസൊക്കെ വലിയ IT കമ്പനീസ് ആ ബിൽഡിങ്ങിൽ ആ ഗ്രൂപ്പാണ് ഇവിടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ചെയ്യുന്നത്. അപ്പോൾ അവർ ഇത് വരുമ്പോൾ അതിന് കൂടെ ഇതൊക്കെ വരും. പിന്നെ ആ കോറിഡോറിൽ ടെക്നോ സിറ്റി, ആ ടെക്നോ സ്പേസ് പാർക്ക് വന്നു. അപ്പോൾ നമ്മൾ കേരള ഗവൺമെൻറ് ഇപ്പം ഈ പ്രാവശ്യം ശ്രീ സോമനാഥ് ഞങ്ങളെ കാണാൻ വന്നു. അദ്ദേഹം ഓൾറെഡി ഈസ് ആൻ അഡ്വൈസർ ടു ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ഫോർ സ്പേസ്. ഈ പ്രാവശ്യം ശ്രീ VD സതീശനെ കണ്ടു. ഇദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുക നമ്മൾ അഡ്വൈസർ ആവാനായിട്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ വരുമ്പം നമുക്ക് സ്പേസ് ടെക്നോളജിയിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് വരും, ഡിഫൻസ് ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ കൂടുന്നു. ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റി പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ഡിസംബർ ആകുമ്പോൾ ഓപ്പൺ ചെയ്തു. ഞങ്ങളുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിവെൻറ്റീവ് ഓങ്കോളജി ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഡിസ്കഷൻ 2 ദിവസത്തിൻ്റെ അകത്ത് നാളെ വൈകിട്ട് ശ്രീ മുരളീധരനായിട്ടുള്ള ഡിസ്കഷൻ. നടക്കാതെ പോയത് ഹൈക്കോടതി ബെഞ്ച് നമ്മൾ പലപ്പോഴും ട്രൈ ചെയ്തു. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ വിൽ പവർ കുറവാണോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് റൂൾ എന്തോ ആണ്. കാര്യം നമ്മൾ പറയുന്നത് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരാനല്ല പറയുന്നത്, നമ്മൾ പറയുന്നത് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഹൈക്കോടതി ബെഞ്ചാണ്. ഹൈക്കോടതി ബെഞ്ച് ഇവിടെ ഉണ്ടായിരുന്നു, ഒരു സുപ്രഭാതത്തിൽ രാവിലെ അങ്ങ് നിന്നുപോയി. നമ്മളത് തിരിച്ച് റെസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറെ പുതുക്കാനായിട്ടുള്ള ഓർഡർ പോലും വേണ്ട. അപ്പോൾ ഒരു ഹൈക്കോടതി ബെഞ്ച് വരുമ്പം ഏറ്റവും കൂടുതൽ സർക്കാരിൻ്റെ കേസസാണ് കോടതിയിൽ വരുന്നത്. ആൾക്കാർക്ക് ട്രാവലിൻ്റെ പറയുന്നു നമുക്ക് ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരം, ഹൈക്കോടതി ബെഞ്ച് കോഴിക്കോട് കൊടുത്തോളൂ, ഞങ്ങൾക്ക് പരാതിയില്ല. നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് ഏറ്റവും കൂടുതൽ കേസ് കോടതി വരുന്ന സർക്കാർ കേസാണ്. അപ്പോൾ ഹൈക്കോടതി ബെഞ്ച് വേണം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നമ്മൾ ഏറ്റവും കൂടുതൽ 27 തൊട്ട് 30 വരെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള ഒരു സിറ്റിയാണ് ട്രിവാൻഡ്രം. ആ സിറ്റിക്കകത്ത് എല്ലാം ഉണ്ട്. നമുക്ക് ലൈഫ് സയൻസ് പാർക്കുണ്ട്, നമുക്ക് ഈ വന്നിരിക്കുന്ന രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെൻറ്റർ, ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ നോക്കുക അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് തിരുവനന്തപുരം ഫോർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. കാര്യം നമുക്ക് 2 സ്റ്റേറ്റ് സർവീസ് ചെയ്യാം, തൊട്ടടുത്ത് തമിഴ്നാട്, ഇവിടെ കേരളം. അപ്പം നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉള്ളപ്പം നമ്മൾ എന്തിനാണ് അത് വിട്ടുകൊടുക്കണം? അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് നമുക്കിപ്പോൾ എല്ലാം തിരുവനന്തപുരത്ത് വേണം ഞങ്ങൾ പറയുന്നില്ല. തിരുവനന്തപുരത്ത് കിട്ടേണ്ട കാര്യങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ തരണം. അപ്പോൾ ഇവിടുന്ന് പല സാധനം കൊണ്ടുപോയല്ലോ പലരും. കാലാകാലങ്ങളായി തിരുവനന്തപുരത്ത് പലതും ഉണ്ടായിരുന്നു. ഈ ഹെൽത്ത് യൂണിവേഴ്സിറ്റി ആദ്യം ട്രിവാൻഡ്രത്ത് വന്നു, അത് തൃശ്ശൂർ പോയി. പിന്നെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് തിരുവനന്തപുരത്തായിരുന്നു, കൊച്ചിയിൽ പോയി. നമുക്ക് പരാതിയില്ല. പക്ഷേ ഇനി അങ്ങനെ ഒരു തിരുവനന്തപുരത്തോട് സാധനം എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. തിരുവനന്തപുരം ചോദിക്കാനും പറയുന്ന ആൾക്കാരുണ്ട്. അത് ഞാൻ മാത്രമല്ല, ചേംബർ മാത്രമല്ല, എല്ലാവരും ഉണ്ട്. വേറൊരു കാര്യം നമ്മൾ ഗവൺമെൻറ് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരുന്നത് വ്യവസായത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എല്ലാ രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. കാരണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഗവൺമെൻറ് പറയുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പറഞ്ഞാൽ പോരാ. ഗവൺമെൻറ് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ റിഫോംസ് ചെയ്തതിൻ്റെ അകത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരള നമ്പർ 1 ആണ്. പക്ഷേ നമ്മൾ റാങ്കിങ്ങിൽ നമ്മളിപ്പോഴും 10, 12, 13 കിടക്കുന്നേ ഉള്ളൂ. റിഫോംസ് ചെയ്തത് 1 ആണ്. പക്ഷെ നമ്മൾ ഇതുവരെ മുകളിലോട്ട് എത്തിയിട്ടില്ല. നമ്മൾ എത്താനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട്. കാര്യം ഒന്ന്, ഫോർ എക്സാമ്പിൾ ചില സ്ഥലത്ത് നമുക്ക് ഡിലേ വരുന്നു, മൈനിങ് ആൻഡ് ജിയോളജി. ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഹൈവേയിൽ ഏറ്റവും കൂടുതൽ ഡിലേ വരുന്നത് എന്തുകൊണ്ടാണ്? ചെമ്മണ്ണില്ല, മണ്ണെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ മണ്ണെടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? മൈനിങ് ആൻഡ് ജിയോളജി ഇഷ്യൂ. അപ്പോൾ അതിന് നമ്മൾ പരിസ്ഥിതിക്കാർ കേസ് ഫയൽ ചെയ്യുന്നു, NGT കേസ് കൊണ്ടു കൊടുക്കുന്നു. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പല പദ്ധതിയും ഡിലേ ചെയ്യിപ്പിക്കുക ഒരു സൈഡ്. പിന്നെ നമുക്ക് ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഗവൺമെൻറ്
RTI ബ്ലാക്ക് മെയിലേഴ്സിനുണ്ട്. കള്ള RTI കൊടുത്ത് കള്ള റിപ്ലൈ വാങ്ങിച്ചിട്ട് ഇതിനെ കൊണ്ട് കോടതി കൊടുത്ത് കേസ് കൊടുക്കുക. ഇപ്പോൾ 2 വിഭാഗക്കാരാണ് നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്നത്. ഒന്ന് കപട പരിസ്ഥിതിവാദികൾ, ഒന്ന് RTI ബ്ലാക്ക് മെയിലേഴ്സ്. ഇതിനെ ഗവൺമെൻറ് അതിനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യണം. കാര്യം ഗവൺമെൻറ് ഇവർ കള്ള കേസ് കൊടുത്താൽ അവരുടെ പുറത്ത് കേസ് എടുത്തിരിക്കണം. കേസ് തള്ളിയാൽ ഫൈൻ അടിച്ച് ഇവരെ കൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം ഇതൊന്നും കറക്റ്റല്ല. റിയൽ ഇൻവെസ്റ്റേഴ്സിന് സപ്പോർട്ട് കൊടുത്തേ പറ്റൂ. ഇപ്പോൾ ശ്രീ VD സതീശൻ വെരി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സ് തന്നെ വേണം. ഇൻവെസ്റ്റേഴ്സ് ഇല്ലാതെ കേരളം വളരത്തില്ല. നമുക്ക് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ, പുള്ളി പ്രൈവറ്റിന് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നേ പറ്റുള്ളൂ. അപ്പോൾ അത് കേരളം മൊത്തമായിട്ട് വളരണമെങ്കിൽ ഈ ഇരിക്കുന്ന പോളിസി വേണം. അതിൻ്റെ അകത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനകത്ത് മൈനിങ് ജിയോളജി സ്പീഡപ്പ് ചെയ്യണം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവർ സ്പീഡപ്പ് ചെയ്യണം. 2-3 മേഖലയിലാണ് നമ്മൾ കാലതാമസം വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഞങ്ങളുടെ ഭാഗത്തിന് മാക്സിമം സപ്പോർട്ടും അതിൻ്റെ സജഷൻസും കേന്ദ്ര ഗവൺമെൻറ്റിൽ വരുന്ന റീപ്രസെൻറ്റേറ്റീവ്സിനെ കാണുന്നതും ഞങ്ങൾ മാത്രമല്ല, CII, FICCI നമ്മളെല്ലാം ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വർക്കിൻ്റെ ഭാഗം നമ്മൾ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ 2-3 കാര്യമുണ്ട്. ഒന്ന്, ഞങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവം, പല പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും, മ്യൂസിയം സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇടിച്ച വാഹനങ്ങൾ, കംപ്ലീറ്റ് ആക്സിഡൻ്റ് ആയ വാഹനങ്ങൾ കൂട്ടിയിട്ട് ആ മതിലിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ ബൗണ്ടറി വാളിന് ഏകദേശം 50 മീറ്ററോളം റോഡിലോട്ട് തള്ളി കിടക്കുകയാണ്. ഞങ്ങൾ അതിന് ടേക്കപ്പ് ചെയ്തു. DGP കത്ത് കൊടുത്തു, CMന് കത്ത് കൊടുത്തു, അന്നത്തെ CM. ഈ കത്തെല്ലാം പോയി നമ്മൾ അതിൻ്റെ പുറകെ നടന്ന് സന്തോഷമായിട്ട് ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ആഴ്ച ഇത് മൊത്തം മാറ്റി. ഇപ്പോൾ ആൾക്കാർക്ക് സംശയം ഉണ്ടെങ്കിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള ശ്രീ പ്രശാന്തും നമ്മുടെ കമ്മീഷണറായിട്ടുള്ള ശ്രീ ഡോക്ടർ അരുളും DGPയും അഡീഷണൽ DGP ആയ ശ്രീ വിജയനും ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫോക്കസിലോടെ പോയി. അപ്പോൾ അന്ന് ഈ വാഹനങ്ങളൊന്നും മാറ്റാൻ പറ്റില്ലാണ് ഇവരെല്ലാം പറഞ്ഞു. അപ്പം ശ്രീ ജേക്കബ് പുന്നൂർ സാറാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഇന്ത്യൻ പോലീസ് ആക്ടിൻ്റെ, കേരള പോലീസ് ആക്ടിനകത്ത് സെക്ഷൻ 55, 56 വാഹനം മാറ്റുന്ന ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് അദ്ദേഹമാണ് നമ്മളെ സഹായിച്ചത്. ഈ ആക്ട് കോട്ട് ചെയ്താണ് നമ്മൾ അയച്ചത്. ഇപ്പോൾ എന്ത് പറ്റി, അവിടുന്ന് മാറ്റിയ വാഹനങ്ങൾ മൊത്തം ഇടിച്ച വാഹനം നമ്മളെ AR ക്യാമ്പിൽ, ഉളംപാറ ക്യാമ്പിൻ്റെ അടുത്ത് അവർ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ മൊത്തം മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ വരുന്ന ഓഗസ്റ്റിന് മുമ്പ് ഈ DGP എന്നെ പറഞ്ഞു, യു വിൽ സീ എ വെരി ബ്യൂട്ടിഫുൾ ക്ലിയർ പോലീസ് സ്റ്റേഷൻ. ഈ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ബാക്കിൽ മാലിന്യം ഒരാളിന് പൊക്കം ഉണ്ടായിരുന്നു, അത് മൊത്തം മാറ്റി. ഇപ്പോൾ അത് കംപ്ലീറ്റ് പൂന്തോട്ടമാക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പുറകെ നടക്കുന്നുണ്ട്. സിറ്റിക്കകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഞങ്ങളൊരു കേസ് കൊടുത്തു. സിറ്റിക്കകത്ത് സെക്രട്ടറിയുടെ നടയിൽ എല്ലാ ദിവസവും അടിയും ബഹളം ജാഥയും, രാജ്ഭവൻ്റെ അവിടെ എന്നും അടിയും ബഹളം തന്നെ. നമ്മളൊരു കേസ് കൊടുത്തിരിക്കുന്നത് പബ്ലിക്കിനുള്ള റൈറ്റ് ആദ്യം ഷുവറാക്കണം. പബ്ലിക് റൈറ്റിനെ വയലേറ്റ് ചെയ്ത് ഫുട്പാത്തിൽ കൊണ്ട് ടെൻറ്റ് വയ്ക്കുക, ഫുട്പാത്തിൽ കസേര ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ റോഡിന് പകുതി ഭാഗം എടുത്തിട്ട് മീറ്റിംഗ് നടത്താനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക, ഇത് നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേസ് പലപ്പോഴും കേസിൻ്റെ വിധി വരുന്ന ഓൾറെഡി ദർ ആർ സ്റ്റാൻഡിങ് ഇൻ സെക്ഷൻ ടു ദിസ് ഓൺലി എ ക്വസ്റ്റൻ ഓഫ് ഇംപ്ലിമെൻറ്റിങ്. ആരാ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? ഇംപ്ലിമെൻറ്റ് ചീഫ് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, DGP ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇവരാരും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറാണ്, കാരണം ഇത് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ പുതിയ ചീഫ് മിനിസ്റ്ററിന് ഇപ്പോൾ ശ്രീ VD സതീശനെ കണ്ടിട്ട് പറയും, ഇവർക്കൊക്കെ സമരം ചെയ്യാൻ ഒരു സ്ഥലം കൊടുക്കുക. ഈ മെയിൻ റോഡ് തന്നെ നമ്മൾ ആൾക്കാരെ തടഞ്ഞുകൊണ്ടും പിന്നെ ട്രാഫിക് ഡൈവേഷനൊക്കെ മാറ്റി. ഇപ്പം ഫോർ എക്സാമ്പിൾ രാജ്ഭവൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ട്രങ്ക് റോഡാണ്. ആ റോഡ് എത്ര സ്കൂൾ അടുത്ത് കിടക്കുന്നു. അതിലെ കൂടെയാണ് നെടുമങ്ങാട് മുതലേ ലോങ് ഹിൽ സ്റ്റേഷനൊക്കെ പോകുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യം പെർമിറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ മാറ്റണം. കൂടാതെ നമ്മൾ ഒരു കാര്യം പറയുന്നത്, പല സ്ഥലത്തും വികസനം വരാത്തതെന്നറിയാം, പ്രതിമ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ പ്രതിമ വയ്ക്കുന്നത് നമുക്ക് വിരോധമൊന്നുമില്ല. ഈ പ്രതിമ വയ്ക്കുമ്പോൾ, സ്റ്റാച്യു വയ്ക്കുമ്പം ഈ ഇരിക്കുന്ന റോഡ് ഫ്രണ്ട് ബോർഡോ അല്ലെങ്കിൽ ഈ കാണുന്ന PWD ആരാ പെർമിഷൻ കൊടുക്കുന്നത് അവർ ചിന്തിക്കണം. അടുത്ത 20 വർഷം കഴിഞ്ഞ് ഇതിലെ കൂടെ ഫ്ലൈ ഓവർ വരുമോ, ഇപ്പോൾ ഈ ഇരിക്കുന്ന റൗണ്ട് അബൌട്ട് പോവുമോ? അതല്ലാതെ നടുക്കുകൊണ്ട് പ്രതിമ വെച്ചിട്ട് ഈ പ്രതിമ മാറ്റാൻ പറയുമ്പം ഇതൊക്കെ ഈഗോ ഇഷ്യൂസാണ്. മനസ്സിലായി? ഇപ്പോൾ വെള്ളയമ്പലത്തെ ഒരു പ്രതിമ ഇരിക്കുന്നെങ്കിൽ ആ പ്രതിമ നമുക്ക് നല്ല രീതിയിൽ അയ്യങ്കാളിയുടെ പ്രതിമയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രതിമ എടുത്തിട്ട് അതിന് മുകളിൽ കൂടെ ഒരു ഫ്ലൈ ഓവർ പോയാൽ പ്രതിമയുടെ ഇമ്പോർട്ടൻസ് പോയി. അപ്പോൾ അവിടെ ഇരിക്കുന്ന അയ്യങ്കാളിയുടെ അവർ അസോസിയേഷനൊക്കെ വിളിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇവിടെ ആക്സിഡൻറ്റ് കൂടുന്നു, വാഹനങ്ങൾ കൂടുന്നു, ഈ റൗണ്ട് അബൌട്ട് ചെറുതാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ വേറെ സ്ഥലത്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്തത് ഒരു പ്രതിമയ്ക്ക് വേണ്ടി ഒരു പാർക്ക് ഉണ്ടാക്കുക. ഈ എല്ലാ പ്രതിമയും കൊണ്ട് പാർക്കിൽ വെച്ചിട്ട് ഇംഗ്ലണ്ടിൽ പോലെ
ഇംഗ്ലണ്ടിൽ ചെയ്യുന്ന എന്താ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ട്. നമുക്ക് ഇരിക്കുന്ന വ്യക്തി പ്രസംഗമൊക്കെ നമ്മൾ ചെവി വെച്ചാൽ അതിൻ്റെ പ്രസംഗമൊക്കെ കേൾക്കാം. കൂടാതെ പ്രതിമയുടെ അടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം. ഞാൻ പോയി നിന്നിട്ടുണ്ട്, മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ അടുത്ത് പോയി നിന്നിട്ടുണ്ട്, ഷേക്സ്പിയറിൻ്റെ അടുത്ത് പോയി നിന്നിട്ടുണ്ട്, ഫോട്ടോ എടുക്കാം. അതേപോലെ ഒരു നല്ലൊരു ഏത് പ്രതിമ വെക്കാനായിട്ട് ഒരു നല്ല ലൊക്കേഷൻ നോക്കി ഒന്ന് പ്രതിമ പാർക്ക് ഉണ്ടാക്കും. അല്ലെങ്കിൽ കനോക്കുന്നിൻ്റെ അകത്ത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പം മുകളിലോട്ട് കയറുമ്പോൾ 2 സൈഡിൽ പ്രതിമ വെച്ച് കൊടുക്കുക. ആൾക്കാർക്ക് ഇങ്ങനെ കണ്ടുപോകാമല്ലോ ഇത് ഏതൊക്കെയാണ് പ്രതിമ എന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഈ പലപ്പോഴും ഞങ്ങൾക്കുള്ള പേടിയെന്ന് പറയാം, ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ പേടി തിരുവനന്തപുരം അടുത്ത പ്രതിമ കയറി വരും. ഇത് എവിടെയാണ് കയറി വരുന്നത് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് മരിച്ച വ്യക്തിയെടുത്ത് നമുക്ക് സ്നേഹമുണ്ട്, ആദരവുണ്ട്. പക്ഷേ ഈ പ്രതിമ കൊണ്ട് വെക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊരു പേടി സ്വപ്നമാണ് നമുക്ക്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി പുതിയ പ്രതിമ വയ്ക്കുമ്പം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ടേ വയ്ക്കാം. അല്ലെങ്കിൽ അത് പ്രതിമയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രീതിയിൽ പ്രതിമ വയ്ക്കരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശ്രീ കെ കരുണാകരൻ്റെ പ്രതിമ നമ്മൾ ആ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ ഇപ്പുറത്താണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഒരാൾ പോലും കാണില്ല, അതിലെ പോകുന്ന ഒരാൾ പോലും കാണാറ് പോലും ഇല്ല. കനകൊന്ന് അവിടെ വെളിച്ചവും ഇല്ല, ലൈറ്റും ഇല്ല. ഒന്ന് ഈ പ്രതിമ നമ്മൾ വെക്കുമ്പോൾ ആ ഇരിക്കുന്ന ആളിനെ ഓർക്കാനും ആ ഇരിക്കുന്ന വ്യക്തിയെ പറ്റി കൊടുക്കാനും പോകുമ്പം അതിൽ ലൈറ്റ് കൊടുത്ത് അത് നല്ല പാർക്കൊക്കെ ആക്കി വെക്കണം. അത് പലപ്പോഴും പ്രതിമ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മറക്കും. പിന്നെ അതിനെ മാറുന്ന അത് മൊത്തം കാഷ്ടം എല്ലാം ഇതൊക്കെ വന്ന് എല്ലാം വൃത്തികേടാവുക. അപ്പോൾ നമുക്ക് സിറ്റിക്കകത്ത് വേണ്ടി വരുന്നത് ആർട്ട് ഏരിയ. ഇപ്പോൾ വെറുതെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് പോകുന്നു. ഈ പോസ്റ്റർ ഒട്ടിക്കാതിരിക്കാനായിട്ട് മതിൽ മൊത്തം നല്ല രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കുക. അപ്പോൾ സിറ്റി മൊത്തം വരുമ്പോൾ സിറ്റി നന്നായിരിക്കും. അപ്പോൾ നമ്മൾ സിറ്റി വരുമ്പം ഇപ്പം തന്നെ റോഡ് ഫ്രണ്ട് 2 ദിവസം മുമ്പ് ശ്രീ വി വി രാജേഷായിട്ട് ഞാൻ സംസാരിച്ച കാര്യം, നമ്മൾ കാണുന്ന ഒരു പ്രോബ്ലം എന്താ, സിറ്റിക്കകത്ത് ഒരു റോഡ് ലൈറ്റും കത്തില്ല. ചോദിക്കുമ്പം കേരള റോഡ് ഫ്രണ്ട് ബോർഡാണ്. ഈ കേരള റോഡ് ഫ്രണ്ട് ബോർഡ് ഇത്ര ഇറസ്പോൺസിബിളായിട്ടൊരു ഓർഗനൈസേഷൻ കാണാകത്തില്ല. അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. കാരണം നിങ്ങൾ എയർപോർട്ടിന് ഇങ്ങോട്ട് വരുമ്പം ഒരു ലൈറ്റും കത്തില്ല. പല സ്ഥലത്ത് പല സ്ട്രെച്ചിൽ ലൈറ്റ് കത്തത്തില്ല. അവർ വന്ന് അവിടെ ഇരിക്കുന്ന സിഇഒയോ ജനറൽ മാനേജർ ആരെങ്കിലും റോഡിൽ ഇറങ്ങി നോക്കാൻ പറ. എത്ര ആക്സിഡൻറ്റ് ആൾക്കാർ ക്രോസ് ചെയ്യുന്നു. ഇപ്പോൾ മ്യൂസിയത്തിൻ്റെ അവിടെയൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ശ്രീ വി വി രാജേഷ് വിളിച്ച് ചോദിച്ചു, രാജേഷ് ഇത് വിളക്ക് കത്തി. അപ്പോൾ പുള്ളി ചേട്ടാ ഇത് റോഡ് ഫ്രണ്ട് ബോർഡാണ്. അപ്പോൾ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. കോർപ്പറേഷൻ ഈ കാണുന്ന കംപ്ലീറ്റ് സിറ്റിയിലെ ലൈറ്റ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇവർ ഏറ്റെടുക്കാൻ തയ്യാറെന്ന് പറഞ്ഞ് കൊടുത്തപ്പം എന്തുകൊണ്ട് ഇവർ അങ്ങോട്ട് കൊടുക്കുന്നില്ല? റോഡ് ഫ്രണ്ട് ബോർഡ് ഒന്നിലും ഇവർ മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ ഈ സാധനം അങ്ങോട്ട് ഏൽപ്പിക്കുക. ട്രാഫിക് ലൈറ്റ്സ് പലതും കത്തുന്നില്ല. കൗഡിയ സ്ക്വയറിൽ പോയി കണ്ടാൽ മതി, ട്രാഫിക് ലൈറ്റ് കത്തില്ല. അപ്പോൾ ഇതൊക്കെ ആരാ മോണിറ്റർ ചെയ്യുന്നത്? റോഡ് ഫ്രണ്ട് ബോർഡ്. ആരാണ് ഇതിൻ്റെ ഓണേഴ്സ്? എന്നാൽ ബോർഡ് എഴുതി വയ്ക്കുക, ഇതിനെപ്പറ്റി പരാതി ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കൂ. ഇതൊന്നുമില്ല, ഒരു ബോർഡും ഇല്ല, ഒന്നുമില്ല. ആൾക്കാർ റിസ്ക് എടുത്ത്, ആൾക്കാർ ടോളറേറ്റ്. നമ്മൾ ഭയങ്കര പേഷ്യൻ്റാണ്. നമ്മൾ ഈ ഇരിക്കുന്ന തിരുവനന്തപുരത്തുള്ള ആൾക്കാർ പേഷ്യൻ്റാണ്. ഈ പേഷ്യൻസ് കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. പക്ഷേ ഈ പേഷ്യൻസ് കൊണ്ട് വേറെ ആപത്തുണ്ട്. ഇതുപോലെയുള്ള ആൾക്കാർ നമ്മളെ ടേക്ക് ഫോർ ഗ്രാൻറ്റഡ് ആണ്. തിരുവനന്തപുരംകാരില്ല, ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു സാധനം നമ്മൾ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആൾക്കാർ തീർച്ചയായും പ്രതികരിക്കണം. നല്ല കാര്യത്തിന് പ്രതികരിക്കുക, മാറ്റിയെടുക്കണം. നമ്മൾ ചിന്താഗതി മാറ്റിയെടുത്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സിറ്റി കിട്ടത്തില്ല. നമ്മൾ സിറ്റി വളർന്ന് പുറത്ത് പോകണം. എല്ലാം സിറ്റിക്കകത്ത് കെട്ടി വയ്ക്കാനായിട്ട് പറ്റില്ല. ദർ ഈസ് എ ലിമിറ്റ്. പിന്നെ നമ്മുടെ സിറ്റിക്കകത്ത് ഹൈറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എയർപോർട്ട് അടുത്ത് കിടക്കുക, വലിയ ടോൾ ബിൽഡിങ്സ് വരാൻ പറ്റില്ല. ഇപ്പോൾ ഭൂമിയുടെ ലഭ്യത കുറവ്, വെർട്ടിക്കൽ ഗ്രോത്തേ പറ്റൂ. അപ്പോൾ ടോൾ ബിൽഡിങ്സ് വേണമെങ്കിൽ ഔട്ട്സൈഡ് സിറ്റി പോകണം. ഔട്ട്സൈഡ് സിറ്റി പോകണം നമുക്ക് മാസ്റ്റർ പ്ലാൻ വേണം. മാസ്റ്റർ പ്ലാൻ സിറ്റിക്കേ ഉള്ളൂ. മാസ്റ്റർ പ്ലാൻ സിറ്റിയുടെ വെളിയിൽ മാസ്റ്റർ പ്ലാൻ ഇല്ല. അപ്പോൾ എന്താണ് അവിടെ വരുന്നത്, എന്താണ് സംഭവിക്കുന്നത് ആർക്കും അറിയത്തില്ല. പിന്നെ ഭൂമിയുടെ ലഭ്യത ആവശ്യം പോലെ ഉണ്ട്. ഇപ്പോൾ ടാഗോർ തിയേറ്റർ 5.5 ഏക്കറുണ്ട്. മ്യൂസിയം പൂജപ്പുര ജയില് 50 ഏക്കർ. ഞാൻ ചോദിക്കുന്നത് ഈ ജയിൽ സിറ്റിക്കകത്ത് വേണോ? ഈ ജയിൽ കുറച്ച് ദൂരെ എവിടെയും കൊണ്ടുപോയിക്കൂടെ? ആ ജയിലിൻ്റെ സ്ഥലം നല്ല രീതിയിലൊരു ഓപ്പൺ ലങ് ഓഫ് ദി സിറ്റി ആയിട്ടും നല്ല രീതിയിലുള്ള ഒരു കൾച്ചറൽ സെൻ്ററായിട്ട് മാറ്റിക്കൂടെ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇഷ്യൂസ്. പിന്നെ നമ്മൾ പറയുന്ന ഒരു പോയിൻ്റ്, ശ്രീ വി ഡി സതീശൻ ഈ പ്രാവശ്യം ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തു. 2-3 കാര്യം നമുക്കതിൽ വിയോജിപ്പുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു കൊച്ചിയിൽ JC ഡാനിയലിൻ്റെ ഒരു പുതിയ ഫിലിം സിറ്റി ഉണ്ടാക്കുന്നു, 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഉണ്ട്. കഴിഞ്ഞ 3 മാസം മുമ്പ് ഞാൻ JC ഡാനിയലിൻ്റെ പ്രതിമ അവിടെ ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിമ അവിടെ ഇരിക്കുന്ന സിറ്റി കൊച്ചി പോകാൻ പറ്റുമോ? അപ്പം ഈ JC ഡാനിയലിൻ്റെ സിറ്റി കൊച്ചിയിൽ ഫിലിം സിറ്റി വരണ്ടാന്ന് ഞാൻ പറയത്തില്ല. സിറ്റി വരട്ടെ, നല്ല കാര്യം.
പക്ഷെ നമുക്കൊരു സാധനം ഇവിടെ ഉണ്ട്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ എത്രയോ വർഷമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അതിൻ്റെ അകത്ത് ഫണ്ട് ഇൻഫ്യൂസ് ചെയ്ത് ഇപ്പോൾ 80 കോടി രൂപ മുടക്കി. ഇനി അടുത്ത് 100 കോടി രൂപ കൂടെ മുടക്കിയാൽ അതിന് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ഫിലിം സിറ്റിയും ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ട്. അതിന് ആദ്യം ഒരു ഫോക്കസ് കൊടുക്കുക. അത് ആ ഫോക്കസ് കൊടുത്ത് അത് യാഥാർത്ഥ്യമാക്കിയിട്ട് പിന്നെ ഒരു ഫിലിം സിറ്റി ചെയ്യും. ഞങ്ങൾക്ക് എതിരൊന്നുമില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ബഡ്ജറ്റ് അത് തെറ്റുപറ്റിയതായിരിക്കും. ലൈറ്റ് മെട്രോ എന്ന് പറഞ്ഞു. കൊച്ചിയിൽ മാത്രം മെട്രോ, തിരുവനന്തപുരത്ത് മാത്രം ലൈറ്റ് മെട്രോ എന്ന് പറയുന്നത് അത് നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഒരു സാധനം ഇല്ല. മെട്രോ ദർ ഇസ് ഓൺലി വൺ. ഇപ്പം മെട്രോ വരുന്നത് നമുക്ക് തെറ്റില്ല. കാര്യം അദ്ദേഹം മെട്രോ വരുന്നത് തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ വേണമെന്ന് പറയുന്നുണ്ട്. ആ ലൈറ്റ് മെട്രോ എനിക്ക് തന്നെ എഴുതി വന്നപ്പം തെറ്റിപ്പോയതായിരിക്കും. മെട്രോ ആണ്. അദ്ദേഹത്തിൻ്റെ ആ ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പം എല്ലാ നല്ല രീതിയിലുള്ള ഓൺലി ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോക്കസ് വെച്ചാണ് ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സംസാരിച്ചപ്പം മെട്രോയുടെ ഇഷ്യൂ വന്നു. ശ്രീ ശശി തരൂർ ഞങ്ങൾ തന്നെ അദ്ദേഹത്തിനെ പറഞ്ഞു, പ്ലീസ് റൈറ്റ് എ ലെറ്റർ ടു CM. അപ്പോൾ ഞങ്ങൾ ആ ഡീറ്റെയിൽസ് കൊടുത്തു. കാര്യം എന്തുകൊണ്ട് മെട്രോ സിറ്റിക്കകത്ത് വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ആ കത്ത് നമ്മൾ കൊടുത്തപ്പം അത് ഞാൻ സാറിന് എന്ത് കൊടുത്താലും സോഷ്യൽ മീഡിയ ഇടും, നിങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടി. പലർക്കും ഒരു തോന്നൽ വന്നു, ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ് ഈ മെട്രോ എപ്പോഴും DPR തയ്യാറാക്കുന്നു, അതിനെ ഡിലേ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നമുക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. നമ്മൾ ഡിലേ ചെയ്യിപ്പിക്കാനല്ലാതെ നോക്കും. നമ്മൾ കൊണ്ടുവരുന്ന സാധനം ഒന്ന് ടെക്നോളജിക്കലി മോഡേൺ ആയിരിക്കണം, പുതിയ ടെക്നോളജി കൊണ്ടുവരിക. പിന്നെ ചെയ്യുന്ന സാധനം റൈറ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ ചിന്തിച്ച് തെറ്റിപ്പോയി അങ്ങനെ. ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ നാഷണൽ ഹൈവേയിൽ നമ്മൾ പോകുമ്പം ചാക്കയിൽ നമ്മൾ കോളത്ത് പോകുമ്പം എയർപോർട്ടിൽ പോകുന്ന റാമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്ത് റാമ്പാണ്? ഇതുവരെ ഇടിക്കാൻ പറ്റിയിട്ടില്ല. ആ റാമ്പ് എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ആ കാലത്ത് ഒരു കാര്യമില്ലാതെ റാമ്പ് ഉണ്ടാക്കി, എയർപോർട്ടിൽ കയറാൻ വേണ്ടി റാമ്പ് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഇന്ന് ഇടിക്കാൻ പറ്റുന്നില്ല. ഇതേ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാകരുത്. നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിനകത്ത് മെട്രോ വരുമ്പം മെട്രോയ്ക്ക് വരുന്ന സ്റ്റേഷന് ചുറ്റും പാർക്കിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം. ആൾക്കാർ വണ്ടി കൊണ്ടിട്ടിട്ട് മെട്രോ കയറി പോയി തിരിച്ച് കൊച്ചിയിൽ വന്നിരിക്കുന്നത് ഈ പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് മെട്രോ പലപ്പോഴും അവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം പാർക്കിംഗ് ഇല്ല. രണ്ടാമതൊരു മെട്രോയുടെ അലൈൻമെൻറ്റ് നമ്മൾ അന്ന് പറഞ്ഞു, ആ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്തു. മെട്രോയുടെ അലൈൻമെൻറ്റ് വന്ന് ഇഞ്ചക്കിൽ വന്ന് നിന്നിട്ട് അത് ഇഞ്ചക്കിലിന് തിരിച്ച് ഈ റൗണ്ട് കണക്ട് ചെയ്താൽ മാത്രമേ അത് റൗണ്ടായിട്ട് വരുള്ളൂ. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നത്, മെട്രോ ഇനി നമ്മൾ ചെന്നൈയിലും ബോംബെയിലും ഡൽഹിയിലൊക്കെ കാണുന്നത് പലപ്പോഴും മെട്രോ ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് പോവുകയാണ്. കാര്യം അണ്ടർഗ്രൗണ്ട് പോകുന്നത് കുറച്ചുകൂടെ ബെറ്ററാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ തിരുവനന്തപുരത്ത് വന്ന് MG റോഡിൽ കയറുന്നു. ഈ മെട്രോ നമ്മൾ സിറ്റിക്കകത്ത് കൂടെ പോകുമ്പം ഒന്ന് നമുക്ക് തൂണ് ഒക്കെ വെച്ച് മെട്രോയുടെ പണി കൊടുക്കും. രണ്ട് സൈഡിൽ കട പൂട്ടേണ്ടി വരും. അവിടെ ട്രാഫിക് വരില്ല, ട്രാഫിക് ഡൈവേർഷൻ ആവും, കടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമുക്ക് തിരുവനന്തപുരത്ത് അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള ഒരു സിറ്റിയാണ്. അപ്പ് ആൻഡ് ഡൗൺ മെട്രോയുടെ കോസ്റ്റ് കൂടുതലായിരിക്കും ചിലവർ പറയുന്നു. പക്ഷെ നമ്മൾ പഠിക്കണം. കാരണം ഇപ്പം ടണലിംഗ് കോസ്റ്റ് നന്നായി ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ കാര്യം, ഭൂമി ഏറ്റെടുക്കുന്ന കോസ്റ്റ് വേറെയുണ്ട്, ലിറ്റിഗേഷൻ കോസ്റ്റ് വേറെയുണ്ട്, ഡിലേ വരുന്ന കോസ്റ്റ് ഉണ്ട്. ഇത് 3 കാര്യങ്ങളും നമുക്ക് കുറയ്ക്കാൻ പറ്റും കുറേ അണ്ടർഗ്രൗണ്ട് വഴി പോവുകയാണെങ്കിൽ. അപ്പോൾ അത് വരുന്നു. പിന്നെ എലിവേറ്റഡ് മെട്രോ വരുന്നിടത്ത് എലിവേറ്റഡ് മെട്രോ വരട്ടെ. പിന്നെ ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ള ഐക്കോണിക് ആയിട്ടുള്ള ഹെറിറ്റേജ് ആയിട്ടുള്ള കെട്ടിടങ്ങളുള്ള ഈ മെട്രോ വന്ന് ഇത് മൊത്തം ഡിസ്ട്രോയ് ചെയ്ത് ഈ ലുക്ക് മൊത്തം ഡിസ്ട്രോയ് ചെയ്ത് മാറി ചെയ്ത് പോകാൻ പാടില്ല. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പം ഈ ലെറ്റർ കൊടുത്തപ്പം ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കൂടെയുള്ള ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയക്കാർ നമ്മളെ നന്നായി അറ്റാക്ക് ചെയ്യുന്നു. ട്രിവാൻഡ്രം ചേംബർ ഓഫ് കോമേഴ്സ് മെട്രോയുടെ പ്രോജക്റ്റ് ഡിലേ ചെയ്യിപ്പിക്കുക, കാലാകാലങ്ങളിൽ എപ്പം DPR വരുന്നു നമ്മൾ പരാതി കൊടുക്കുന്നു. പക്ഷേ ഈ DPR എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് കൺസൾട്ട് ചെയ്തതല്ല ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഞങ്ങൾ ട്രേഡ് ബോഡിയാണ്. നമ്മളെ ട്രേഡ് ബോഡി ആയിരിക്കും നമ്മുടെ ട്രേഡേഴ്സ്, രണ്ട് സൈഡിലുള്ള ട്രേഡേഴ്സിന് കച്ചവടം പോകുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യുമ്പം നമ്മൾ ഇടപെട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇവർ പറയുന്നത് അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യം അങ്ങനെയല്ല. നമ്മൾ വി ആർ ഓൾസോ ഇൻവോൾവ് വിത്ത് ദ സോഷ്യൽ ബീയിങ് ആണ്. നമ്മൾ ആൾക്കാരെ ഒരു കാര്യം പദ്ധതി വരുമ്പോൾ ആരെയും എഫക്റ്റ് ചെയ്യാതെ സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതി വേണം കൊണ്ടുപോകാൻ. എനിക്ക് മാത്രം കിട്ടിയാൽ മതി, ഐ ഡോണ്ട് കെയർ. ഇപ്പോൾ ഇത് ബസ്സിൽ കയറിയിട്ട് കൊല്ലം പോകുന്ന ബസ്സാണ്, പിന്നെ ഒരിടത്ത് നിർത്താൻ പാടില്ല, ഈ ബസ് ഒറ്റ റൂട്ടേ ഉള്ളൂ. അങ്ങനെ ചിന്താഗതിയാണ് നമുക്ക് സെൽഫിഷ് ഇൻട്രസ്റ്റ്. ദാറ്റ് കനോട്ട് ഹാപ്പൻ. അത് നമ്മളിനി ആൾക്കാർ എന്ത് വേണം പറഞ്ഞോട്ടെ, ചേംബർ ഓഫ് കോമേഴ്സ് ചെയ്യുന്ന കാര്യം നമ്മൾ ക്ലിയറായിട്ട് സ്റ്റഡി ചെയ്ത് നമ്മുടെ ഭാഗത്ത് തെറ്റുവാണെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. പക്ഷേ നമ്മൾ വെറുതെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് സോഷ്യൽ മീഡിയ പറ്റി എഴുതി പല കാര്യം, ഞാനൊരു ബിൽഡറായതുകൊണ്ട് എനിക്ക് വേറെ താല്പര്യമുണ്ട് മെട്രോ. ഞാൻ ബിൽഡിംഗ് ഇൻഡസ്ട്രി ഞാനിപ്പോൾ കമ്പനി ഡയറക്റ്റായിട്ട് നടത്താറില്ല. ഞാൻ സ്വന്തമായിട്ട് എത്രയോ വർഷമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. ഡെയിലി തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെറുതെ നമ്മൾ ഈ ഒരു ഇൻഡിവിജ്വലിനെ ടാർഗറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ടാർഗറ്റ് ചെയ്ത് ഇത് കാര്യം അത് വരുമ്പോൾ എന്തുപറ്റും, തിരുവനന്തപുരംകാർ യോജിച്ച് നിൽക്കണം.
നമ്മൾ യോജിപ്പില്ല എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴാണ് ഇത് നമ്മൾ എന്ത് പറ്റും, നമ്മൾ ഒരു പദ്ധതി നടക്കില്ല. ഇത് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതിനെ ചൂഷണം ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്, മനസ്സിലല്ലേ? അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന കുറ്റം പറയുന്ന ആൾക്കാർക്ക് കെൽപ്പ് ഉണ്ടാവണം, അവർക്ക് കപ്പാസിറ്റി ഉണ്ട്, അവർ പറയുന്ന കാര്യം കേൾക്കാനായിട്ടുള്ള രാഷ്ട്രീയക്കാർ വേണം, ഉദ്യോഗസ്ഥർ വേണം. അപ്പോൾ അവരവിടെ പോയി പറയട്ടെ. എന്തിനാണ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ? നമ്മളെ വിട്ടേരെ, ഞങ്ങളെ വിട്ടേരെ, ഞങ്ങൾ ചെയ്യാനുള്ള കാര്യം ഞങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ചെയ്തോ. പക്ഷേ ഡോണ്ട് യൂസ് ദാറ്റ് പ്ലേസ് ടു ബാഡ് മൗത്ത് പീപ്പിൾ. ഇതേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ ഒരുമിച്ച് നിന്നാൽ എന്ത് വേണം നടക്കാം. നമ്മളല്ലാതെ ഇത് ഇൻപേഷ്യൻ്റ് ലോട്ടാണ്. കാരണം എല്ലാവർക്കും ഭയങ്കര ഈ ക്ഷമ കുറവ്. എനിക്ക് എൻ്റെ ജീവിതകാലം മെട്രോ കാണുമോ? അങ്ങനെയാണ് നമ്മുടെ ജീവിതകാലം എങ്ങനെ കാണും? നമുക്ക് എത്ര വയസ്സായി? അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ട് ഇരുന്നാൽ പറ്റുമോ? നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്യുന്നത്. ഇപ്പം പോട്ട് വന്നു, CP രാമസ്വാമിയാർ അന്ന് പോട്ട് പറഞ്ഞു 1940. അദ്ദേഹം പിന്നെ ജീവിച്ചിട്ട് പോലും ഇല്ല ഈ പോട്ട് കാണാനായിട്ട്. സോ ഇതാണ് സ്ഥിതി. അപ്പോൾ നമ്മൾ കാണേണ്ടത് മെട്രോ പ്രോജക്റ്റ് വേണം, ദർ നോ ഡൗട്ട്. ട്രാൻസ്പോർട്ടേഷൻ പ്രോജക്ട്സ് ഈസ് കമ്പൽസറി ഫോർ എനി സിറ്റി. അത് നമ്മൾ മെട്രോയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത് വരുമ്പം നമുക്ക് എന്താ കണക്ട്, കൊച്ചിയിൽ എത്രയോ മൈൽ കണക്ക് പോകണം. ഇവിടെ വന്നു അത് വേളി സ്റ്റേഷൻ കവർ ചെയ്യുന്നു, എയർപോർട്ട് കവർ ചെയ്യുന്നു, അവിടുന്ന് കട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വന്ന് റെയിൽവേ സ്റ്റേഷൻ കവർ ചെയ്യുന്നു. എല്ലാം കവർ ചെയ്ത് പോകുന്ന ഒരു മെട്രോ വരുന്നതല്ലേ ഏറ്റവും നല്ലത്. മനസ്സിലായി? ആൾക്കാരെ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യണം. അപ്പോൾ ആ ട്രാവൽ ചെയ്യുമ്പം വണ്ടിയുടെ എണ്ണം റോഡിൽ കുറയുന്നു, പൊല്യൂഷൻ കുറയുന്നു. നമ്മളെല്ലാ രീതിയിലും നമുക്ക് സിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങൾക്കിപ്പം ഇതിനകത്ത് വേറെ സെൽഫിഷ് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നമ്മൾ ഇപ്പോൾ നിങ്ങളെ പോലെയുള്ള പോഡ്കാസ്റ്റൊക്കെ വരുമ്പം നമ്മളുള്ള ഫാക്റ്റ് പറയുന്നത് ദിസ് ഇസ് ദ ഫാക്റ്റ്. നമുക്ക് വേറെ വി ഹാവ് നത്തിങ് ടു ഹൈഡ്. അപ്പോൾ നമുക്ക് ഒരു ചീഫ് മിനിസ്റ്റർ വന്നാൽ, കഴിഞ്ഞ ചീഫ് മിനിസ്റ്റർ പോയി, പുതിയ ചീഫ് മിനിസ്റ്റർ സപ്പോർട്ട് ചെയ്യുക. കാര്യം പഴയ ചീഫ് മിനിസ്റ്റർ മോശമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന കാര്യം അദ്ദേഹം ചെയ്തു. ഇപ്പോൾ പുതിയ ചീഫ് മിനിസ്റ്റർ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് നമ്മൾ അദ്ദേഹത്തിനും കൂടെ നിന്ന് അദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ചിലവർ പറഞ്ഞു അദ്ദേഹം കൊച്ചിക്കാരനാണ്, അപ്പോൾ കൊച്ചിയിലാണ് എല്ലാ പദ്ധതിയിലും വരുന്നത്, അതുകൊണ്ടാണ് കൊച്ചി. യെസ്, ഹീസ് ഫ്രം കൊച്ചിൻ. അദ്ദേഹം ജയിച്ച കൊച്ചിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് പ്രയോറിറ്റി കൊച്ചി കൊടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ കൊടുക്കാൻ പാടില്ല, എല്ലാം തിരുവനന്തപുരത്ത് വേണം. നമുക്ക് തനിപ്പിടി മാത്രം വിചാരിച്ചാൽ പറ്റുമോ? ചേംബറിൻ്റെ ജോലി തനിപ്പിടി സപ്പോർട്ട് ചെയ്യാനല്ല. ചേംബറിൻ്റെ ജോലി എന്ന് പറയുന്നത് നമുക്കിവിടെ വേണ്ടത്, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരിക. നമുക്ക് എല്ലാ എക്കോ സിസ്റ്റത്തിലും വേണ്ട സാധനങ്ങൾ ഇവിടെ ഈ സിറ്റിക്കകത്ത് കാണണം. അടുത്ത ജനറേഷൻ വരുമ്പം അവർ വിട്ടുപോകരുത്. പിന്നെ പുതിയതായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് വരിക, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് വരിക, പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റി ടൈ അപ്പ് ചെയ്യുക. അങ്ങനെ വരുമ്പം എന്ത് പറ്റും? റിവേഴ്സ് മൈഗ്രേഷൻ വരും, കുട്ടികൾ പുറത്ത് പോകുന്നു നിൽക്കും. പിന്നെ പുറത്ത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുതിയ IT ബിൽഡിങ്സ് വരുമ്പം റിവേഴ്സ് മൈഗ്രേഷൻ വന്ന് ബാംഗ്ലൂരും ചെന്നൈയിലുള്ള കുട്ടികൾ ഇങ്ങോട്ട് വരും, പുറത്തുള്ള കുട്ടികൾ തിരിച്ചു വരും. പാരൻസൊക്കെ കാത്തിരിക്കുക. അവർ പറയുന്നത് മോനെ എപ്പോഴാണ് നിങ്ങൾ പുതിയ വരുന്നത്? കാരണം ഞങ്ങളുടെ മോന് തിരിച്ചു വരാം, കാരണം ഇവിടെ ആ കമ്പനി ഇവിടെ വന്നാൽ അവന് ട്രാൻസ്ഫർ വാങ്ങിച്ചു വരാം. ഇവരെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്, സീനിയർ സിറ്റിസൻസായി ഇവരെല്ലാം. അപ്പോൾ വി ആർ ട്രൈങ് ടു സീ ദാറ്റ് എല്ലാ ആൾക്കാരും ഫ്രം ദ ചിൽഡ്രൻ ടു ദി എൽഡർലി അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യാനാണ് ചേംബർ കോമേഴ്സ് ഉദ്ദേശിക്കുന്നത്. അല്ല ഞങ്ങളുടെ മാത്രം ഒരു ഇൻട്രസ്റ്റ് അല്ല. ഞങ്ങൾ ബിസിനസ് ചെയ്ത് ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ളതൊക്കെ അച്ചീവ് ചെയ്തു. ഇന്ന് എൻ്റെ മനസ്സിലുള്ളത് നമ്മളെ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. എനിക്കിപ്പം തിരുവനന്തപുരത്ത് എനിക്ക് ഇതുവരെ കൊണ്ട് എത്തിച്ചത് തിരുവനന്തപുരംകാരാണ്. ഞാൻ ജനിച്ച പുറത്താണ്, വെളിയിൽ ജനിച്ച് വന്ന് ഇവിടെ പഠിച്ച് വന്ന ആളാണ്. എനിക്ക് ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ഒരു സിറ്റിയാണ് ട്രിവാൻഡ്രം. ആ സിറ്റിക്ക് അത് തിരിച്ചെന്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ള ആഗ്രഹത്തോടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നമുക്കിവിടെ അവാർഡിനോ അല്ലെങ്കിൽ പേരിനോ അല്ലെങ്കിൽ ആൾക്കാർക്ക് പബ്ലിസിറ്റിക്കൊന്നും അല്ല ചെയ്യുന്നത്. നമുക്ക് പബ്ലിസിറ്റിയും വേണ്ട, അവാർഡൊന്നും വേണ്ട. കാര്യങ്ങൾ കൊണ്ടുപോകണം. പിന്നെ ഇവിടെ പറയാനുള്ള കാര്യം വ്യക്തമായിട്ട് പറയണം. പല ആൾക്കാരും പറയുന്നില്ല, എല്ലാവരും ഭയങ്കര ഡിപ്ലോമാറ്റിക്കാണ്. തിരുവനന്തപുരത്തെ കാര്യം പറയുമ്പോൾ അവിടെ ഇവിടെയും തൊടാതെ പറയും. എനിക്ക് ആ കാര്യമേ ഇല്ല. യു ഹാവ് ടു കോൾ എ സ്പേഡ്. അത് യാതൊരു സംശയമില്ല. അത് ഇനിയും ഞാൻ വിളിക്കും. പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയാം. ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയാലും ശരി, ഏത് ബ്യൂറോക്രാറ്റ് ആയാലും ശരി, ഏത് ഗവൺമെൻറ് ആയാലും ശരി, നമുക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ നമ്മൾ പറയും. പക്ഷേ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന 100% സപ്പോർട്ട് ചെയ്യും. അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് വ്യക്തമായിട്ടുള്ള ധാരണയിലാണ് പോകുന്നത് മുന്നോട്ട്.